ഞാനിവിടെ വെളിപ്പാട് പുസ്തകം നിങ്ങൾ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ചിലർ ഊതുന്നത് കണ്ടു. കാര്യം പേപ്പർ പോലും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, പേപ്പർ പോലും ചിലത് ഇളകിയിട്ടില്ല. 91 സങ്കീർത്തനം ഊതണ്ട, തുറക്കുമ്പോൾ ഇഞ്ഞ് വരും. അതിന് വായുണ്ടേ കരയും. അതുപോലെ നമ്മളൊരു പരുവാക്കി വെച്ചിരിക്കുകയാണ്. 91, 23 ഒരു പരുവത്തി ഇരിക്കുകയാണ്. എന്തോ ആയിക്കോട്ടെ, സ്തോത്രം. യോഹന്നാൻ എന്ന ദൈവമനുഷ്യൻ എഴുതിയ പുസ്തകങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്തൊരു പക്ഷേ പരിചയമുള്ളത് യോഹന്നാന്റെ സുവിശേഷമാണ്. പിന്നെ കുറച്ചുകൂടെ പരിചയമുള്ളത് യോഹന്നാൻ എഴുതിയ ലേഖനങ്ങളാണ്. തീരെ പരിചയമില്ലാത്തത് രാജ്യമേത്ര പാസൊക്കെ ഭയങ്കര പരിചയം, വെളിപ്പാട് പുസ്തകം ദാനിയേലും ഒക്കെ. ഇന്നലെ ആ ദൈവമനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞത് കിട്ടും. വെളിപ്പാട് പുസ്തകം തീരെ നമുക്ക് പരിചയമില്ലാത്തൊരു പുസ്തകമാണ്. എന്നാൽ ആ പരിചയം വേണ്ടതുപോലെ ഇല്ലാത്ത ആ പുസ്തകത്തിൽ നിന്നൊരു വാക്യമാണ് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കാൻ ഏൽപ്പിച്ചത്. ഞാൻ ഈ വെളിപ്പാട് പുസ്തകം ധ്യാനിക്കുമ്പോൾ, കാര്യം എപ്പോഴും ഈ ഫാസ്റ്റിംഗ് പ്രയർ, ഉപവാസ പ്രാർത്ഥനകളിൽ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു പ്രസംഗം എന്നതിനേക്കാളും അപ്പുറം ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർക്ക് വെളിപ്പാട് പറയാനാണ് ഇഷ്ടം. കാര്യം വെളിപ്പാടാണ് ദൈവജനത്തെ സ്പർശിക്കുന്നത്, ദൈവജനത്തെ വിടുവിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പല വെളിപ്പാടുകളും വെളിപ്പെടുത്തും. ഈ വെളിപ്പാട് പുസ്തകം മുഴുവനായി ഞാനൊന്ന് ധ്യാന വിഷയമാക്കിയപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് 2 പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കാണാം. ഒന്ന്, ചിലതിൻ്റെയൊക്കെ അവസാനം, ചിലതിൻ്റെയൊക്കെ ആരംഭം. സ്തോത്രം. എന്തിൻ്റെയൊക്കെ അവസാനമാണ്? സാത്താന്റെ അവസാനം, അന്തിക്രിസ്തുവിന്റെ അവസാനം, കള്ളപ്രവാചകന്റെ അവസാനം, മരണത്തിന്റെ അവസാനം, ശാപത്തിന്റെ അവസാനം, രാത്രിയുടെ അവസാനം, അങ്ങനെ തുടരും ആ അവസാനങ്ങൾ. അങ്ങനെയെങ്കിൽ ഇന്ന് 17ാമത്തെ പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഈ വെളിപ്പാട് പുസ്തകത്തിനകത്ത് വ്യാപരിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് തുടർന്നുകൊണ്ട് നിന്ന ചില മേഖലകളെ അവസാനിപ്പിച്ചെങ്കിൽ, മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. നിന്റെ മേലും നിന്റെ കുടുംബത്തിലെ മേലും വാഴുന്ന ചില ഇരുട്ടിന്റെ അധികാരങ്ങളെ, ചില മരണത്തിന്റെ ശക്തികളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ചില രാത്രിയുടെ അനുഭവങ്ങളെ, ചില ശാപത്തിന്റെ വ്യാപാരങ്ങളെ ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കാൻ ഇവിടെ വ്യാപരിക്കുന്ന ഒരു കരമുണ്ടെന്ന് ഇന്നലെയും പറഞ്ഞ പാസ് ഇങ്ങനെ പറഞ്ഞു, ഒന്നും നടന്നില്ല. അതുകൊണ്ട് ഇന്ന് പറഞ്ഞ പാസ് പറയുമ്പോ ഞാൻ മിണ്ടത്തില്ലെന്നല്ല, ഇന്നലെ നടക്കാത്തത് ഇന്നും നടക്കുമെന്ന് പറയാൻ. എത്ര പേർ അങ്ങനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇന്നലെ പറഞ്ഞത് സംഭവിക്കാത്തത് ഇന്ന് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവജനം മാത്രമേ ദൈവപ്രവൃത്തി കാണത്തുള്ളൂ. പിശാചിന്റെ കാതുകളിൽ കൊണ്ടുവന്ന് വെറുതെയാ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, കുറെ വർഷമായി കേൾക്കുകയാണെന്ന് ശത്രു പറയുന്നെങ്കിൽ, ഇന്ന് പകൽ ചിലരോട് ദൈവാത്മാവ് ശക്തമായ ആലോചന പറയാൻ പറയുന്നു. ഹല്ലേലൂയ. ചിലതിൻ്റെയൊക്കെ അവസാനമായിരുന്നെങ്കിൽ ചിലതിൻ്റെ ആരംഭമായിരുന്നു. സഹസ്രാബ്ദ വാഴ്ചയുടെ ആരംഭമായിരുന്നു. പുതിയ ആകാശവും പുതിയ ഭൂമിയുടെ ആരംഭമായിരുന്നു. നിത്യതയുടെ ആരംഭമായിരുന്നു. അങ്ങനെയെങ്കിൽ ചിലതിൻ്റെ ആരംഭങ്ങളെ ജീവിതത്തിൽ കൽപ്പിക്കാൻ ഇന്നത്തെ ദിവസം ദൈവാത്മാവ് പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ പ്രാരംഭത്തിൽ ദൈവസഭയോട് ഒരു അരുളപ്പാട് വിളിച്ചു പറയുന്നു. Praise God. യോഹന്നാൻ എന്ന ദൈവത്തിന്റെ മനുഷ്യൻ കാണുകയാണ്. എന്താണ് കണ്ടത്? സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് താൻ കണ്ടു. സ്തോത്രം. ഈ വാതിൽ യോഹന്നാന് വേണ്ടി മാത്രം തുറന്ന വാതിലാ. വേറെ ആർക്കും വേണ്ടി അല്ല ഈ വാതിൽ തുറന്നേ. അതുകൊണ്ട് യോഹന്നാന് മാത്രമേ ഇത് കാണാൻ പറ്റത്തുള്ളൂ.
ഇടത്താരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ പറ്റില്ല, വലത്തുണ്ടെങ്കിലും കാണാൻ പറ്റില്ല. ഇത് യോഹന്നാന് വേണ്ടി മാത്രം ദൈവം ഓപ്പണാക്കിയ വാതില. സ്തോത്രം. ഞാനതിന്റെ ചില പ്രത്യേകതകളിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പൊ യോഹന്നാൻ എന്ന ദൈവ മനുഷ്യന് വേണ്ടി ഒരു വാതിൽ സ്വർഗത്തിൽ തമ്പുരാൻ ഓപ്പണാക്കി, ഒരു വാതിൽ തുറന്നു. ഇത് പറഞ്ഞു വിടുമ്പോൾ അത്ര എളുപ്പമാണ് നമുക്ക് തോന്നും. യോഹന്നാന് വേണ്ടി തുറക്കപ്പെട്ട ആ വാതിൽ തുറന്നതിന്റെ പശ്ചാത്തലം ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്കിതിന്റെ ആധികാരികത മനസ്സിലാകത്തുള്ളൂ. ഏത് പശ്ചാത്തലത്തിലാണ് യോഹന്നാന്റെ മുമ്പിൽ സ്വർഗത്തിൽ തമ്പുരാൻ ഈ വാതിൽ തുറന്നത്? ആ പശ്ചാത്തലമാണ് 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നേ. അത് പറഞ്ഞ് ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പോവുക. അവിടെ ഞാൻ നിൽക്കത്തില്ല. 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ഒത്തിരി കേട്ട് തഴമ്പിച്ച് കേട്ട് പരിചയമുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാ ഇന്ന് പകൽക്കാലവും സംസാരിക്കുന്നേ. ശ്രദ്ധിച്ചേ, ഏത് പശ്ചാത്തലത്തിലാണ് ഈ വാതിൽ തുറന്നതെന്നും മനസ്സിലാക്കാൻ പറ്റിയൊരു വാക്യമാ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. അവിടെ ഒരു സ്ഥലത്തെ കുറിച്ച് പറയുന്നു, അവിടെ ഒരു ദ്വീപിനെ കുറിച്ച് പറയുന്നു. ആ ദ്വീപിന്റെ പേര് പത്മോസ് എന്ന ദ്വീപിന്റെ പേര്. എഫസോസിന്റെ തെക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈജിയൻ കടലിലുള്ള ഒരു ദ്വീപായിട്ടാണ് ഈ ദ്വീപിനെ കാണുന്നത്. ആൾപ്പാർപ്പില്ലാത്ത, ജനവാസമില്ലാത്ത ഒരു ദ്വീപ്. ആ ദ്വീപിനെ ആ കാലഘട്ടത്തിലെ ഗവൺമെന്റ് ചക്രവർത്തിമാർ എന്തിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്ന് തിരുവെടുത്ത് പഠിക്കുന്നവർക്ക് നന്നായിട്ടറിയാം. രാജദ്രോഹ കുറ്റം ചുമത്തുമെന്നതിനെ പച്ചയായി കൊണ്ടിട്ട് കൊന്നുകളയുന്ന ഒരു ദ്വീപായിട്ട് ആ ദ്വീപിനെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ശ്രദ്ധിച്ച്, അതെല്ലാം വിട്ടേരെ ഓരോ പ്രസംഗകര് അവർക്ക് കിട്ടുന്ന ആശയങ്ങൾ അനുസരിച്ച് ആ ദ്വീപിന്റെ ഭയാനകത, ആ ദ്വീപിന്റെ ഭീകരത ഇങ്ങനെ വിശദീകരിക്കാറുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ശ്രദ്ധിച്ചു കേട്ടാൽ അവിടെ പറയുന്നത് ഇതൊരു ദ്വീപാണ്. ദ്വീപെന്ന് പറഞ്ഞാൽ എന്താണെന്ന് എറണാകുളംകാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ്വീപെന്ന് പറഞ്ഞാൽ 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒന്നിനെയാണ് ദ്വീപെന്ന് പറയുന്നത്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അങ്ങനെയെങ്കിൽ ശ്രദ്ധിച്ചു കേട്ടെ, ഈ ദ്വീപും 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. ഈ ദ്വീപിൽ ഇപ്പോൾ കിടക്കുന്ന യോഹന്നാന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയും അവിടെ ഇല്ല. കാര്യം, കൽപ്പന പുറപ്പെടുവിച്ചത് അവൻ സാധാരണക്കാരനല്ല, ഡൊമിനീഷ്യൻ ചക്രവർത്തിയാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ പോലും ഈ മനുഷ്യന് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു സാധ്യതയുമില്ലാത്ത 4 ഭാവങ്ങളും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ആ ദ്വീപിൽ ഈ മനുഷ്യൻ കിടക്കുമ്പോഴാണ് തമ്പുരാൻ ഒരു വാതിൽ തനിക്ക് വേണ്ടി തുറക്കുന്നത്. ഇന്ന് പകൽ ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, തമ്പുരാൻ വാതിൽ തുറക്കുന്നത് എല്ലാ വാതിലുകളും അടയുമ്പോഴാണ്. 4 ഭാഗത്തും തുറക്കപ്പെട്ട വാതിലിന്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയും ദൈവത്തിന്റെ തുറക്കപ്പെട്ട വാതിൽ കാണില്ല. പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഉപവാസത്തിന്റെ 17-ാമത്തെ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു വാതിലുകളും എന്ത് ചെയ്യല്ലേ. ബിജുപ്പാസോട് എന്നോടും ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റും, പല വാതിലും അടഞ്ഞപ്പോഴാ തമ്പുരാൻ തുറന്ന വാതിൽ ഞങ്ങൾ കണ്ട്. മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക്? ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും പലർക്കും അനുഭവം കാണത്തില്ലേ? പല വാതിലും അടഞ്ഞപ്പോഴാ തമ്പുരാന്റെ വാതിലുകൾ തുറന്നതെങ്കിൽ ചിലതൊക്കെ അടയും, ചിലതൊക്കെ അടയണം.
യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. എന്തിനാ അടയുന്നറിയോ? അവിടെ കൊണ്ട് നിന്നെ തീർക്കാനല്ല. ഇവിടെ ആരെല്ലാം ഏതെല്ലാം വാതിൽ കൊട്ടിയടച്ചാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവവൈതലിന് തുറക്കുന്നൊരു വാതിൽ ഉയരത്തിലുണ്ടെന്ന് നിന്റെ രക്തബന്ധങ്ങളുടെ മടുവിൽ യേശുവിനൊന്ന് വെളിപ്പെടുത്താനാ. കുടുംബക്കാർ ഒറ്റപ്പെടുത്തിയവരും രക്തബന്ധങ്ങൾ മാറ്റി നിർത്തിയവരും കർത്താവിനെ അറിഞ്ഞതിന്റെ പേരിൽ അവൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരും അവൻ അവകാശങ്ങൾ ലഭ്യമാകാതിരിക്കുന്നവരും ഒക്കെ ഒരുപക്ഷെ അവൻ ഈ ദൂത് കേൾക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ദൈവാത്മാവിൽ പറയട്ടെ, ആരെല്ലാം അടച്ചാലും അടയ്ക്കാൻ കഴിയാത്തൊരു വാതിൽ ഈ 17ാമത്തെ പകലിൽ അവിടെയും നിൽക്കുന്നില്ല. അവിടെയും നിൽക്കാൻ സമയം പോരാ. യോഹന്നാൻ എന്ന ദൈവമനുഷ്യന് തുറക്കപ്പെട്ട ഈ വാതിലിന്റെ പ്രത്യേകത എന്തിനു വേണ്ടിയാണ് യോഹന്നാന് വേണ്ടി ഈ വാതിൽ തുറന്നത്? ഒരു മനുഷ്യൻ പോലും സ്വപ്നത്തിൽ എത്തണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്താ ബിജുപ്പാസ യോഹന്നാൻ കിടക്കുന്നത്. എനിക്കറിയത്തില്ല യോഹന്നാനോട് ഇന്നലകളിൽ ഏതെങ്കിലും പ്രവാചകൻ തലേ കൈവച്ച് ഇങ്ങനൊരവസ്ഥയിലൂടെ പോകുമെന്ന് പ്രവചിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാകുമെന്ന് എൻ്റെ വിശ്വാസം. മുൻകൂട്ടി ദൈവം ഒരു അരുളപ്പാട് തന്നാൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം മനസ്സ് അതിനു വേണ്ടി ഒരുക്കപ്പെടും. കാര്യം എന്താ? എൻ്റെ സ്ഥലം കൊട്ടാരക്കര ഓടനാവട്ടം കേട്ടിട്ടുണ്ടോ? ഓടനാവട്ടം സ്ഥലം കേട്ടിട്ടുള്ള കരം ഉയർത്തിയാട്ടെ. കേൾക്കാൻ വലിയ സ്ഥലമൊന്നുമല്ല. ലോട്സം പാസ് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ കൺവെൻഷൻ തകർത്തയല്ലേ. ബിജു പാസ് കേട്ടിട്ടുണ്ട്. ഈ ഓടനാവട്ടത്ത് ഞാനിപ്പോൾ ചർച്ച തുടങ്ങിയിട്ട് ഒരു 9 വർഷം കഴിഞ്ഞു. അപ്പൊ എൻ്റെ വീട് അവിടുന്ന് ഒരു 5 കിലോമീറ്ററും കൂടെ മാറി നെല്ലിക്കുന്നം എന്ന് പറഞ്ഞ സ്ഥലം. അത് കേട്ടിട്ടുള്ളവർ, ഓടനാട്ടം കേൾക്കാത്തവരാ നെല്ലിക്കുന്നം കേൾക്കുന്നത്. നെല്ലിക്കുന്നുണ്ട്, അത് വേറെ. നെല്ലിക്കുന്നം കേൾക്കത്തില്ല. ഒക്കെ കൊച്ചു ചെറിയ ചെറിയ സ്ഥലങ്ങളാണ് നെല്ലിക്കുന്നം. എന്നെ കണ്ടാൽ തന്നെ അറിയത്തില്ല. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഈ സൂം മീറ്റിംഗ് ഒക്കെ കോവിഡ് സമയത്ത് നടന്നപ്പം വിദേശത്തിരുന്നൊരു സഹോദരി ഗൂഗിളിൽ തപ്പുകയാണ് ഓടനാട്ട് എവിടാന്ന്. അപ്പൊ അവരടുത്തിരിക്കുന്നവരോട് പറയും, ഇത് ഏത് പാണ്ഡിത്തിട്ടയിലെ ഓടനാവട്ടം. സ്വതന്ത്രം എന്ന് പറഞ്ഞ സഹോദരി ഇപ്പൊ എല്ലാ വർഷവും ഓടനാവട്ടത്ത് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന ദൈവം വിദേശത്ത് കൊണ്ടുവന്ന് ഇരുത്തുക, കൃപ പ്രാപിച്ചു വിടുക. സ്തോത്രം. സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചേ, ഓടനാവട്ടം എന്ന് പറയുന്ന ആ ചെറിയ ഗ്രാമത്തില് ഞാനിപ്പോ കർത്താവിന് വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ പ്രവർത്തികൾ വ്യത്യസ്ത രീതിയിൽ, വ്യത്യസ്ത ഒരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, വ്യത്യസ്ത സാഹചര്യങ്ങളുടെ ഇടയിൽ ദൈവം തന്നെ പ്രവൃത്തി വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്തോ പറഞ്ഞു വന്നപ്പോൾ ഓടനാവട്ടം കയറി, അതെന്താന്ന് പോയി. സ്തോത്രം. ശ്രദ്ധിച്ചേ, ഇവിടെ യോഹന്നാൻ എന്ന ദൈവത്തിന്റെ മനുഷ്യൻ ഇപ്പോൾ എത്തി നിൽക്കുന്ന പശ്ചാത്തലം കയറി വിട്ടുപോയതാ. അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ ഓർത്തഡോക്സിൽ പോകുന്ന 39 വയസ്സുള്ളൊരു യൗവനക്കാരൻ, സാബു എന്ന പേര്, എന്നോട് നല്ല സ്നേഹമുള്ളൊരു സഹോദരനാണ്. അവിടെ സ്വന്തമായിട്ട് ഒത്തിരി കടകളുണ്ട്, തടിയുടെ ബിസിനസ് ഉണ്ട്, വലിയൊരു മനുഷ്യനാണ്. 39 വയസ്സേ ഉള്ളൂ. 10-15 വർഷങ്ങൾ കാത്തിരുന്ന് ഇരട്ട കുഞ്ഞുങ്ങളെ ഇപ്പൊ കിട്ടി. 6 മാസമായിട്ടില്ല. സാബു രാത്രിയിൽ കിടന്നുറങ്ങി. 5 മണിക്ക് എഴുന്നേക്കേണ്ട സാബു എഴുന്നേറ്റില്ല. 6 മണിക്ക് എഴുന്നേക്കേണ്ട സാബു എഴുന്നേറ്റില്ല. 7 മണിയായപ്പോൾ വീണ്ടും വിളിച്ചു, എഴുന്നേറ്റില്ല. കതവ് തല്ലിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ നെഞ്ചത്ത് കൈവച്ച് മരിച്ചു കിടപ്പുണ്ട്. സൈലന്റ് അറ്റാക്ക് ആയിരുന്നു. പോയി. അവിടെ ചെന്നപ്പോ അവിടുത്തെ ആ മാതാവും ആ സഹോദരിയും ഒക്കെ, പാസ്റ്ററേ, ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ പാസ്റ്ററേ, കുഞ്ഞുങ്ങളെ കണ്ട് കൊതി തീർന്നില്ലല്ലോ, ഇതെന്റെ ജീവിതത്തിൽ വരുമെന്ന് പറഞ്ഞത് കേട്ടോ നിങ്ങൾ? ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ ഇതെന്റെ ജീവിതത്തിൽ കടന്നു വരുമെന്ന്. ഈ 17ാമത്തെ പകലിൽ പേടിപ്പിക്കുന്നു. കേട്ടപ്പെടുന്നതാണ് എല്ലാം. ഇവിടെ കൃപയും പോയി, കൃപാപരവും പോയി, വെളിപ്പാടും പോയി, അഭിഷേകവും പോയി, എല്ലാം പോയതെല്ലാം ഞാൻ വരട്ടെ. സ്വത്രം പറഞ്ഞാട്ടെ. സ്വത്രം.
ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ പ്രിയരെ, ശ്രദ്ധിച്ചേ. ഒട്ടും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ഇങ്ങനൊരു സ്ഥലത്ത് എത്തുമെന്ന്, ഇങ്ങനൊരു സാഹചര്യത്തിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കാത്ത എന്തെല്ലാം വിഷയങ്ങൾ ഒന്ന് അയവിറക്കിയേ നിന്റെ ജീവിതത്തിൽ കൂടെ കയറി ഇറങ്ങി. അങ്ങനെ കയറി ഇറങ്ങിയ വിഷയത്തിന് നടുവിൽ ലോക മനുഷ്യൻ തകർന്ന് തരിപ്പണമായപ്പോ നീ പ്രതീക്ഷിക്കാത്ത വിഷയങ്ങൾ നിന്റെ ജീവിതത്തിനും നിന്റെ കുടുംബത്തിനും നിന്റെ തലമുറയ്ക്കും നേരെ ഇടിച്ചു കയറിയിട്ടും ഇന്ന് പകലിൽ ഇവിടെ ദൈവത്തെ ആത്മനിറവിൽ നിനക്ക് ആരാധിക്കാൻ പറ്റുന്നെങ്കിൽ, എല്ലാവർക്കും വന്ന വിഷയം നിനക്ക് വന്നാൽ അതിനെ ജയിച്ചുമിക്കാനുള്ള കൃപ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ എനിക്ക് മെസ്സേജ് പറയുമ്പോൾ സാക്ഷ്യം പറയാൻ താല്പര്യമില്ലെങ്കിലും ചില സമയത്ത് കയറി വരും പാസ്റ്റർ. ചില സമയത്ത് കയറി അങ്ങ് വരും. സ്തോത്രം. കാര്യം മെസ്സേജ് പറഞ്ഞാൽ തീരത്തില്ല. അവസാനം കുറച്ച് നേരം പ്രാർത്ഥിക്കണ്ടേ, 3:45 ആകുമ്പോൾ തീർക്കണ്ടേ. സ്തോത്രം പറഞ്ഞാട്ടെ. അയ്യോ, തമാശയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ കർത്താവിൻ്റെ വേലയിൽ 3-ാം തലമുറയാണ്. പാരമ്പര്യം പറയാൻ നിൽക്കുകയല്ല, ഒരു കാര്യമില്ല അതിനകത്ത്. 5 പൈസയ്ക്ക് കാര്യം പാരമ്പര്യത്തിനകത്തില്ല. 3rd ജനറേഷനാണ്. എൻ്റെ വല്യപ്പച്ചൻ പെന്തക്കോസ്ത് സമൂഹത്തിൽ ആദ്യകാല സുവിശേഷകന്മാരുള്ള ആളുകൾ, പ്രത്യേകിച്ച് IPC പോലുള്ള പ്രസ്ഥാനത്തിന് ആദ്യകാല CM ജോൺ, അപ്പനുദ്ദേശി എന്ന് വിളിക്കണം. അപ്പനുദ്ദേശി ബഹുമാനാർത്ഥം. പണ്ട് ചെരുപ്പൊന്നും വിടാതെ രൂപയൊക്കെ ഇട്ട് നടക്കുന്ന പണ്ടത്തെ അപ്പച്ചന്മാരെ കണ്ടിട്ടുണ്ടോ? അതോ ടൈയും കോട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ? അങ്ങനെ അപ്പച്ചനായിരുന്നു എൻ്റെ വല്യപ്പച്ചൻ CM ജോൺ. അതുകൊണ്ടാണ് എൻ്റെ പേരിലൂടെ ബിന്നി ജോൺ എന്ന പേര് വീണത്. എൻ്റെ പിതാവിൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. എൻ്റെ പേരിലൂടെ കൃഷ്ണയില്ല, കുമാറും ഇല്ല. എന്നെ സ്കൂളിൽ കൊണ്ട് ചേർത്തതിന് മമ്മി ആയതുകൊണ്ട് മമ്മിയുടെ അപ്പൻ്റെ ഓർമ്മ നിലനിൽക്കാൻ എൻ്റെ പേരിൻ്റെ അപ്പച്ചൻ്റെ പേരും കിട്ടും. അന്ന് പിന്നെ അപ്പൻ്റെ പേര് വേണമെന്നൊന്നും ഇല്ല, നിർബന്ധമില്ല. എൻ്റെ പിതാവ് ഒരു നായർ സമുദായത്തിൽ നിന്നാണ് കർത്താവിലേക്ക് വന്നത്. സമയമുണ്ടെങ്കിൽ പിന്നെ നിയോഗത്തോടെ പകലും രാത്രിയോടൊക്കെ പറഞ്ഞോളാം. സ്തോത്രം. അപ്പം ഞാൻ ഇദ്ദേഹത്തിൻ്റെ സാക്ഷിയൊക്കെ കേൾക്കും, ഇങ്ങനെ ചിന്തിക്കും, എന്നിട്ടും ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന്. ഇപ്പം മരിച്ചു. ഒരു 6 വർഷത്തിന് മുമ്പ് അപ്പുറത്തെ അറ്റാക്ക് വന്ന് മരിച്ചത്. കർത്താവ് അതുപോലെ കേരളക്കരയിൽ ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. കൃഷ്ണകുമാർ ദാസോട് ഒരു കാലഘട്ടം കേരളക്കരയിൽ ഉണ്ടായിരുന്നു. അതുപോലെ അത് ഉപയോഗിച്ചൊരു മനുഷ്യനാണ്. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടെ, എത്ര ഉപദ്രവങ്ങൾ താൻ പറയുമ്പോൾ സാക്ഷ്യത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഒരു കൺവെൻഷൻ പ്രസംഗം കഴിഞ്ഞ് താൻ ഇറങ്ങി അവിടെ വിശ്രമിച്ച് അടുത്ത ദിവസം അവിടെയുള്ളൊരു ആറ്റിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ സമൂഹ വിരോധികൾ തന്നെ പിടിച്ച് നന്നായിട്ട് ഉപദ്രവിച്ചിട്ട് ഒരു വലിയ പാറയോട് ചേർത്ത് എൻ്റെ പിതാവിനെ ചേർത്ത് കെട്ടിയിട്ട് അവര് പച്ച മല വായ്ക്കകത്തോട്ട് ഇടിച്ചു കയറ്റിയിട്ട് പറഞ്ഞു, ഇന്നലെ നീ പ്രസംഗിച്ച യേശുവിന്റെ ശരീരമാ തിന്നടാന്ന് പറഞ്ഞു. പച്ചമൂത്രം വായ്ക്കകത്തേട്ട് ഒഴിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ നീ പ്രസംഗിച്ചില്ലേ സ്റ്റേജിൽ, യേശുവിന് രക്തമാ കുടിച്ചോടാന്ന് പറഞ്ഞു. പച്ചമലം വായ്ക്കകത്ത് കുത്തിക്കയറ്റി, പച്ചമൂത്രം വായ്ക്കകത്തേക്ക് കുത്തിക്കയറ്റി ആ വലിയ പാറയോട് ചേർത്ത് കെട്ടിയിട്ട് ആ വലിയ ആറ്റിലേക്ക് ഉരുട്ടി തള്ളിയിടാമായി ഭാവിച്ചിരിക്കുമ്പോൾ തൊട്ടുമുകള റോഡിൽ കൂടെ ഒരു പോലീസ് വാഹനം പോകുന്നത് കണ്ടത്. ഇവർ ചിന്തിച്ചു, ആരോ ഇത് കണ്ടിട്ട് പോലീസുകാരെ അറിയിച്ചു വരിക. അവർ വന്നതല്ല, അവർ അതുവഴി പാസ് ചെയ്തു പോയതാ. എൻ്റെ പിതാവിനെ ഇട്ടിട്ട് അവർ ഓടിപ്പോയി, അവർ രക്ഷപ്പെട്ടു പോയി. ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ ഉയർച്ച ഹൈറ്റിൽ വളരെ വളരെ ഷോർട്ടായ ഒരു മനുഷ്യൻ, എൻ്റെ പിതാവ് പറഞ്ഞു അങ്ങനെ ഒരു മനുഷ്യനെ പിന്നെ കണ്ടിട്ടില്ല. വളരെ ചെറിയ ഒരു മനുഷ്യൻ, നീളത്തിൽ വളരെ കുറവുള്ളൊരു മനുഷ്യൻ എൻ്റെ പിതാവിനെ അടുക്കൽ വന്നിട്ട് ആ കെട്ടെല്ലാം അഴിച്ച് കയ്യെ പിടിച്ച് ആറ്റിക്കൊണ്ടുപോയി. മുഖവും വായും എല്ലാം കഴിപ്പിച്ചിട്ട് പറഞ്ഞു, നീ കൺവെൻഷൻ സ്ഥലത്തേക്ക് പൊയ്ക്കോ, ഇപ്പൊ ഈ സംഭവിച്ച കാര്യം ഞാൻ പറയുന്നത് വരെ ആരോടും പറയരുത്. അപ്പോഴാണ് എൻ്റെ പിതാവിന് മനസ്സിലായത് തമ്പുരാൻ ഇറങ്ങി വന്നതാ. ഇന്ന് പകൽ ഞാനിത് പറയുമ്പോൾ ഇവിടെ എന്നെ നിങ്ങളെ ശുശ്രൂഷിക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ യേശുവിന്റെ നാമത്തില് ഡെലിവറൻസ് ചർച്ചിനകത്ത് ഇറങ്ങുന്നത് ഞാൻ ഇവിടെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശക്തമായി ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് നിന്നത്, തമ്പുരാന്റെ ദൂതന്മാർ ഈ ചർച്ചിനകത്ത് നമ്മെ ശുശ്രൂഷിക്കാൻ ഇറങ്ങി നിൽക്കുന്നത് അത് ചിലരുടെ അരികിലേക്ക് ഇന്ന് പകൽ കടന്നു വരും. ഇന്ന് നീ ഇവിടെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏഞ്ചൽസ് മിനിസ്ട്രി നിന്റെ വീട്ടിൽ നടക്കും, നിന്റെ ഭവനത്തിൽ നടക്കും.
വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആർത്തു വിളിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിനക്ക് പോകാൻ പറ്റാത്തടത്ത്, നിനക്ക് എത്താൻ പറ്റാത്തടത്ത്, നിന്റെ കരം ബലഹീനമായിരിക്കുന്നിടത്ത് ഈ 17ാമത്തെ പകലിൽ ദൈവത്തിന്റെ ദൂതൻ ഇത് ഞാൻ പറയുമ്പോൾ ആരെയൊക്കെ അത് തൊടുന്നുണ്ട്. ആ തൊടുന്നവരെ ലക്ഷ്യമാക്കി, അവരുടെ ഭവനം ലക്ഷ്യമാക്കി, അവരുടെ കുടുംബം ലക്ഷ്യമാക്കി ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിറ്റിയാ എൻ്റെ ചർച്ച്. വിദ്യാഭ്യാസം ഇല്ലാത്ത, മലയാളം പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ഒത്തിരി വിശ്വാസികളുടെ പാസ്റ്ററാണ് ഞാൻ. സ്തോത്രം. എൻ്റെ കൂടെ വന്നൊരു സഹോദരനുണ്ട്, അനീഷ്. അത് കലമുക്കിയ മോനെ. കഞ്ചാവ് മേടിച്ച്, കള്ളു മേടിച്ച് റോഡിൽ കൂടെ നടന്നതാ, തമ്പുരാൻ തൊട്ടതാ. ഒത്തിരി പേരെ ദൈവാത്മ സ്നേഹിക്കുന്നുണ്ട്. ഒരു വ്യത്യസ്ത കമ്മ്യൂണിറ്റിയാണ്, വ്യത്യസ്ത കമ്മ്യൂണിറ്റിയാണ്. പക്ഷേ ഒരു മീറ്റിംഗ് കാണുന്നുണ്ടായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ജാതികളിൽ നിന്ന്, ഹൈന്ദവ സമൂഹത്തിൽ നിന്നൊക്കെ വരുന്ന വലിയൊരു കൂട്ടം ദൈവമക്കൾ. അതുകൊണ്ട് തന്നെ ഈ പൈശാചിക വിഷയങ്ങളെ അങ്ങനെയുള്ള ഇടങ്ങളിൽ കൂടുതൽ ദൈവദാസന്മാർക്ക് കൈകാര്യം ചെയ്യേണ്ടി വരും. എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ അവസരം കിട്ടിയത് ഞാൻ സഭ തുടങ്ങിയപ്പോഴാ. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഒന്നുമല്ലേലും ഞാനൊന്ന് ഒതുങ്ങി. നിങ്ങളുടെ കാര്യമല്ലല്ലോ, നിങ്ങളൊന്നും ഒതുങ്ങിയിട്ടില്ലല്ലോ 17 ഒന്നുമല്ലേലും ഞാനൊന്ന്. ഇവരൊക്കെ ഇല്ലേ ആൾക്കാർ എന്നെ പൊതിക്കുന്നു വെച്ചാൽ മതി. സത്യം പറഞ്ഞ താഴാൻ പഠിച്ചതും, ക്ഷമിക്കാൻ പഠിച്ചതും, വിട്ടുവീഴ്ച ചെയ്യാൻ പഠിച്ചതും, ചെയ്യാത്ത തെറ്റിന് സോറി എന്ന് പറയാൻ പഠിച്ചതും. പക്ഷേ അവിടെ ഒന്ന് താണപ്പോ, ഞാനൊന്ന് നുറങ്ങിയപ്പോൾ അഭിഷേകത്തെ ലെവൽ വർദ്ധിച്ചു. നിങ്ങൾ വായിച്ചിട്ടില്ലേ? യേശു അപ്പത്തെ എടുത്ത് വാഴ്ത്തി നുറുക്കി. ഏത് പള്ളിയില്ല? യേശു അപ്പത്തെ എടുത്ത്, പിന്നെ ഒരവസരം കൂടെ, 3 അവസരമേ ഉള്ളൂ. ഇനി മിണ്ടത്തില്ല. ഞാൻ എൻ്റെ സഭയിൽ നിൽക്കുന്ന പോലൊക്കെ നിൽക്കുക. സ്വതന്ത്രം പറഞ്ഞാൽ ഞാനിവിടെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ച് വചനം പറഞ്ഞിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച പറ്റുന്നില്ല. നിങ്ങളുടെ ദൈവാത്മാവ് എനിക്ക് തന്ന സൈലോട്ട് അങ്ങ് പോവുക. കൂടെ വരുമല്ലേ? യേശു അപ്പത്തെ എടുത്ത്, 5 അപ്പം, അതിന്റെ ഭാഗം ഈ പറയുന്നേ. അപ്പത്തെ എടുത്ത് തെറ്റി. അപ്പത്തെ അല്ല വാഴ്ത്തുന്ന ദൈവത്തെ. ഒരാമേൻ പറ. ഇനിയെങ്കിലും ഈ കൊട്ടത്തെറ്റ് പറയാതിരിക്കേ. ഇവരൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവര് കറക്റ്റാ പറഞ്ഞു. സ്തോത്രം. ചിലർ മരിച്ചു കിടക്കുമ്പോൾ ചില ഉദ്ദേശിമാര് പറഞ്ഞു കേട്ടിട്ടില്ല, കർത്താവേ വാഴ്ത്തി. കത്തി കിടക്കുന്ന പുള്ളിയാന്നാ വാഴ്ത്തുന്നേ. അങ്ങനെ നുറുക്കുന്നു കൂടെ പറയാന്ന്. ദൈവത്തെ വാഴ്ത്തി അപ്പത്തെ നുറുക്കി. ലൂക്കോസ് വിഷയത്താൻ തോന്നുന്നു അതിനകത്തൊരു ഭാഗം കിടക്കണ്ട, എടുക്കണ്ട. യേശു അപ്പത്തെ എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി. അങ്ങനെ എന്നാ കിടക്കുന്നേ? അനുഗ്രഹിച്ച്. അങ്ങനെ ആ വാക്ക് ലൂക്കോസ് വിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ തോന്നുന്നു. യേശു അപ്പത്തെ എടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി. ആ വചനം പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി കേട്ടോ. കർത്താവിന്റെ അനുഗ്രഹത്തിനകത്തൊരു നുറുക്കമുണ്ട്. കർത്താവിന്റെ അനുഗ്രഹത്തിൽ വെച്ചടി കയറ്റം മാത്രമല്ല, യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. കഷ്ടതയില്ലെന്നൊക്കെ പ്രസംഗിക്കുന്ന പ്രസംഗമുണ്ട്, ഞാൻ ആമേൻ പറയത്തില്ല. അതിന്റെ തീയിലൂടെ കുരുത്തവനാ ഞാൻ. അതിന്റെ പ്രതിസന്ധിയുടെ വളർന്നു വന്നവനാ എന്റെ കുടുംബം. ഇന്ന് പകൽ ഞാൻ പറയട്ടെ കുഞ്ഞേ, കർത്താവിന്റെ അനുഗ്രഹത്തിനകത്തൊരു നുറുക്കമുണ്ട്.
ആരെങ്കിലും വിശ്വസിച്ചോ നിവാസ? കർത്താവ് അനുഗ്രഹിച്ചിട്ട് ഈ അപ്പത്തെ നുറുക്കിയെന്ന് പറഞ്ഞാൽ, നുറുക്കുമെന്ന് വെച്ചാൽ എന്താ? നുറുക്കിയപ്പോ അതിന്റെ രൂപം പോയി, അതിന്റെ സ്റ്റൈല് പോയി, അതിന്റെ ഗമണ്ട് പോയി, അതിന് എല്ലാം പോയി. ഇപ്പൊ എന്തുവാ സൈസ് എന്ന് പോലും കേൾക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്നാ പരിപാടി? കർത്താവ് പറഞ്ഞു, മോനെ എന്റെ അനുഗ്രഹത്തിനകത്ത് നുറുക്കമുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, നുറുക്കം മാത്രമേ ഉള്ളൂ? അല്ല, അത് കഴിഞ്ഞൊരു വർധനവുണ്ട് യേശുവിന്റെ നാമത്തിൽ. അത് കഴിഞ്ഞിട്ടൊരു വർധനവുണ്ട്. ഇവിടെ നുറുങ്ങിയത് കൊണ്ട് ഇവിടെ ഒരു വർധനവുണ്ടായേ. യേശുവിന്റെ നാമത്തിൽ എന്റെ പിതാവ് തകർന്നതുകൊണ്ട് തനിക്കൊരു തലമുറ അഭിഷേകനായേ. എടുക്കുന്നേ ലൂക്കോസ് 9-ലല്ലേ? അവൻ ആഞ്ചപ്പവും 2 മീനും എടുത്ത് കൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി. രക്ഷപ്പെട്ട്. എന്റെ ബൈബിളിലല്ല, ആ ബൈബിൾ ഉണ്ടല്ലോ. ഒന്നും കൂടെ വായിച്ചു, അത് മാത്രം ഒന്ന് വായിച്ച്. അവൻ ആഞ്ചപ്പവും 2 മീനും എടുത്തുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കി അവയെ അനുഗ്രഹിച്ചു നുറുക്കി. എന്തോ ഇപ്പഴാ തെളിഞ്ഞ്. ഉദ്ദേശിച്ച് വെറുതെ പറയാന്ന് വെച്ചല്ലേ? അല്ല, അനുഗ്രഹിച്ച്. ഉറക്കെ പറ. മുറുക്കിയെന്ന് മാത്രമല്ല, അനുഗ്രഹിച്ച്. നമ്മൾ ഈ കർത്താവിന്റെ അനുഗ്രഹം വെച്ചടി കയറ്റം മാത്രം കാണുന്നേ. അത് പിന്നീടാ. സ്വത്രം പറഞ്ഞാട്ടെ. ആദ്യം ആരും അറിയാതെ കർത്താവ് നിന്നെ നുറുക്കും. നിന്റെ രൂപവും നിന്റെ ഭാവവും നിന്റെ സ്റ്റൈലും നിന്റെ ഗമണ്ടും നിന്റെ തലക്കനോ നിന്റെ മസിലും എടുത്തു എല്ലാം ദൈവം ഒന്ന് പൊട്ടിച്ചു. ഹല്ലേലൂയ. Oh, Jesus name, Jesus name. Yes, Pastor, ഉപവാസ പ്രാർത്ഥനയിൽ നടക്കുന്ന ഏറ്റവും വലിയ മിനിസ്ട്രി അത്. ഞാൻ ഒന്നും അല്ലാതാകുന്നത്, യേശുവിൽ എല്ലാമായി തീരുന്നത്. എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്റർ റിജു എന്ന പേര്. പാസ്റ്റർ റിജു കേരളത്തിൽ നമ്മളെ പോലെ പൊതു ശുശ്രൂഷയിൽ വളരെ ശക്തമായി ഓടിക്കൊടുത്ത ദൈവദാസനാണ് പാസ്റ്റർ റിജു കൊട്ടാരക്കര. അതിൻ്റെ അറ്റത്തുള്ള പേര് ഞാൻ ഓർക്കുന്നില്ല. നന്നായിട്ട് കർത്താവിന് വചനം പറയുന്ന ദൈവദാസന കേട്ടോ. ഒരു ദിവസം പാസ്റ്റർ എന്നെ വിളിച്ച് പറയുക, എന്നോട് വലിയ സ്നേഹം, എന്നെ വിളിച്ച് പറയാം, പാസ്റ്റർ ഞങ്ങളെ അടുത്ത ആഴ്ചയിലെ ഒറീസയ്ക്ക് പോവുക കുടുംബമായിട്ടും. ഞാൻ ചോദിച്ചു, വിസിറ്റിങ്ങിനോ? അല്ല, ശുശ്രൂഷ ഏറ്റെടുത്ത് ആ ഗ്രാമങ്ങൾ ശുശ്രൂഷിക്കാൻ. ഞാൻ ചോദിച്ചു, നല്ലോണം പ്രാർത്ഥിച്ചിട്ടാണോ പോന്നേ? ഹിന്ദി അറിയോ? ഇല്ല. ഭാര്യക്കറിയോ? ഇല്ല. പിള്ളേർക്കറിയോ? ഇല്ല. പിന്നെന്തോ അറിയാം? കർത്താവ് പറഞ്ഞെന്നറിയാം. തമ്പുരാൻ കൊടുത്ത നിയോഗത്തോടെ ചെന്നു. ഇപ്പം ചെന്നിട്ട് ഒരു 5-6 വർഷം കഴിഞ്ഞ് കാണും. എന്നിട്ട് അദ്ദേഹം എനിക്ക് ഒരു മാസം കഴിഞ്ഞപ്പോൾ കുറച്ച് വീഡിയോസ് അയച്ചു വന്നു. പാസേ, ഞാൻ കണ്ട് കുത്തിയിരുന്ന് കരഞ്ഞു. പോകുന്ന വഴിയിൽ ഭാഷ അറിയാവുന്ന ഒരാളെയും കൂടെ കൂട്ടിയിട്ടാ പോന്നേ. പോകുന്ന വഴിയിൽ 4 പേര് കൂടുന്ന ഒരു സ്ഥലം കാണുമ്പോൾ അവിടെ നിൽക്കും. ആ പെരുവെയിലത്ത് നിന്ന് യേശുവിനെ പറയും. ആൾക്കാർ ഓടിക്കൂടും, ക്യാൻസറുകൾ പൊട്ടി ഒഴുകും. Oh, Rababa Shatarat. ക്യാൻസറുകൾ പൊട്ടി ഒഴുകുന്നു. തളർവാദ രോഗികൾ എഴുന്നേറ്റ് നടക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. പാസ്, ഇത്രയും വർഷം ഞാൻ കേരളത്തിലും ഇന്ത്യയിലും പലയിടങ്ങളിൽ ശുശ്രൂഷിച്ചിട്ടും എൻ്റെ മിനിസ്ട്രിയിൽ ഇതിൽ ഒന്നും നടന്നിട്ടില്ല. പാസ്റ്റർക്കറി എന്താ കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ പാസ്റ്റർ റിജു കൊട്ടാരക്കര എന്ന് പറയാൻ അവിടെ ആരുമില്ല. ഹലോ, പാസ്റ്റർ റിജു കൊട്ടാരക്കര എന്ന് പറയാൻ ആരുമില്ല. പറഞ്ഞാൽ തന്നെ അവർക്കാരാ റിജു ആരാ കൊട്ടാരക്കര ആരാ. ഏറ്റവും കൂടുതൽ ഗ്രാമങ്ങളിലേക്ക് പോകാൻ ഈ നാടുകൾ ദൈവം എനിക്ക് കൃപ തന്നുകൊണ്ടിരിക്കുക പാസ്റ്റർ. ഞാൻ കഴിഞ്ഞ ദിവസം ജമ്മുവിലും രാജസ്ഥാനിലും ബീഹാറിലും ഒക്കെ മിഷൻ യാത്രകളിലായിട്ട് ആരും വിളിച്ചിട്ടല്ല. തമ്പുരാനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. കിട്ടുന്ന അഭിഷേകവുമായിട്ട് കൊട്ടാരങ്ങളിൽ മാത്രം പോയാൽ മതിയോ? കൊട്ടാരങ്ങളെ ലക്ഷ്യമാക്കി മാത്രം കിട്ടുന്ന അഭിഷേകമായി പോയാൽ മതിയോ? കർത്താവ് എനിക്ക് തന്ന ജീവിത പങ്കാളി അനു, അവൾ ജനിച്ചു വളർന്ന ഹിമാചലാണ്.
മലയാളി ഫാമിലിയാ, ജനിച്ചു വളർന്നത് പഠിച്ചതെല്ലാം അവിടെയാ. മലയാളം അറിയത്തില്ലായിരുന്നു. കല്യാണം കഴിച്ചു വന്ന് പിള്ളേരൊക്കെ ഉണ്ടായി, ബാലപാഠമൊക്കെ മേടിച്ച് പിള്ളേരെ പഠിപ്പിച്ച് മലയാളം പഠിച്ചു തുടങ്ങി. സ്വത്രം പറഞ്ഞാട്ടെ. ഇപ്പൊ അത്യാവശ്യമൊക്കെ സംസാരിക്കില്ലയോ? അത്യാവശ്യമൊക്കെ അത്ര ക്ലിയർ അല്ലെങ്കിൽ അത്യാവശ്യമൊക്കെ സംസാരിക്കുന്നതിന്റെ കുഴപ്പമുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ അല്ലേ? സ്തോത്രം. തമ്പുരാൻ പറഞ്ഞു ഇങ്ങനൊരാളെ കൂടെ തന്നതേ ഇവിടെ സ്വത്രം പറഞ്ഞിരിക്കണല്ല. ഈ കോവിഡ് സമയത്ത് എൻ്റെ പ്രസംഗമൊന്നും അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ സ്പീഡിൽ പ്രസംഗിച്ച, പക്ഷേ ഈ കോവിഡ് സമയത്ത് ഒരു അത്ഭുതം ചെയ്തു. എൻ്റെ പ്രസംഗം ട്രാൻസ്ലേഷൻ ഹിന്ദിയിൽ ഒറിജിനലായിട്ട് ചെയ്യാൻ ഒരു അഭിഷേകത്തെ ദൈവം പകർന്നു. എന്നിട്ട് ദൈവം പറഞ്ഞു, ഇനി നിങ്ങൾക്ക് ഒരു ചെലവുമില്ല, 2 ചപ്പാത്തി ഇച്ചിരി ഡാളും കൊടുത്താൽ മതി, കൂടെ വന്നോളൂ. മറ്റേതൊക്കെ പറഞ്ഞ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആൾ വേണ്ടേ പാസ്റ്റേ? ഇത് വെച്ച് 2 ചപ്പാത്തി ഒരു ഡാൾ കറിയും കൊടുത്താൽ മതി, കൂടെ പോരും. സ്വത്രം പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ. അപ്പൊ എന്നോട് പാസ്റ്റർ റിജു പറഞ്ഞൊരു കാര്യം, പാസ്റ്ററെ ഇവിടെ പരിചയപ്പെടുത്താൻ ആരുമില്ല, സോ എന്ന് പറയാൻ ആരുമില്ല, സ്തോത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആരുമില്ല. ഈ ഇൻട്രൊഡ്യൂസിനകത്തൊക്കെ ഒരു കാര്യമുണ്ട്. സ്വത്രം പറഞ്ഞാട്ടെ. ആ കേരളത്തിലെ ചെലവാകത്തുള്ളൂ അല്ലേ? നമ്മളൊക്കെ അനുഭവിക്കുന്നത്. ഞാൻ ഒരു രാജ്യത്ത് പോലും പോകാതിരിക്കുന്ന സമയത്ത്, ഇപ്പോഴല്ല നേരത്തെ, ഒരു രാജ്യത്ത് പോലും പോകാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ അവിടുത്തെ ഉദ്ദേശിച്ച് പറയുക, ലോകത്തിന് വിവിധ ഭൂഖണ്ഡങ്ങളിൽ, സ്വത്രം പറഞ്ഞാട്ടെ, വിവിധ രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട്. ഞാൻ ചിന്തിക്കുക, എന്നെ കുറിച്ചാണ്, ഞാൻ ഇന്ത്യ വിട്ട് എങ്കും അന്ന് പോയിട്ടില്ല. പറഞ്ഞത് മനസ്സിലാ, കേൾക്കുന്നവർക്കൊരു സുഖം. സ്വത്രം പറഞ്ഞാട്ടെ. ഇതിനകത്തൊന്നുമല്ല തമ്പുരാൻ ഇറങ്ങുന്നേ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. അഭിഷേകമുള്ളവരെ കണ്ടാൽ തിരിച്ചറിയാൻ കൃപ പ്രാപിക്കുന്നവർ എഴുന്നേറ്റ് വരട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ അങ്ങക്ക് നന്ദി പറയുന്നു, അങ്ങക്ക് നന്ദി പറയുന്നു. അപ്പൊ എന്നോട് പാസ്റ്റർ റിജു പറയുക, ഇത്രയും മിറക്കിൾസ് നടക്കാൻ കാര്യം എന്താണെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞെന്ന് സ്തോത്രം, ഇവിടെ വന്നപ്പോഴാണ് നീ ഇല്ലാതായത്, ഞാൻ വെളിപ്പെട്ടത്. നീ ഇല്ലാതായി, ഞാൻ വെളിപ്പെട്ടു. ഞാൻ വെളിപ്പെട്ട തെരുവുകളിൽ വിടുതൽ നടക്കും, റോഡുകളിൽ അത്ഭുതം നടക്കും. ബസ്സിനകത്ത് ദൈവാത്മാവരോട് പറയുന്നു, അതരാ ദൈവസഭയെ, ഇതിനകത്തിന് ഒതുങ്ങിയിരിക്കുന്ന ഒരു ഉപവാസം അവസാനിച്ചു. ആത്മാവ് പറയുകയാണ്, സഭയെ ദൈവം പുറത്തേക്ക് ഇറക്കുന്നു. ആരും മൂവ് ചെയ്യാത്ത, ആരും സഞ്ചരിക്കാത്ത, ആരും യാത്ര ചെയ്യാൻ മടിക്കുന്ന ചില ഇടങ്ങളിലേക്ക് ദൈവാത്മാവ് ചില പുതപ്പുകളെ ചില വിടാൻ പോവുക. ഇത് എറണാകുളമാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇന്നത്തെ മീറ്റിംഗില് നോർത്ത് ഇന്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി ദൈവം ചിലരെ വാർന്നിരിക്കും. ദശാംശമില്ല, ഓഫറിംഗ് ഇല്ല, പേര് പറയാൻ ആരുമില്ല. ദൈവം നിന്നെ ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ദൈവസഭയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പ്രാർത്ഥിച്ച് ചിലവിനെ അയക്കാൻ പോകുന്നു. അതിന് ഇത്ര കയ്യടി പോരാ. അമേരിക്കയ്ക്ക് പോകുന്നു പറഞ്ഞായിരുന്നു. ഇപ്പൊ ഇവിടെ ആരും ഇവിടെ ഇല്ലയോ? കേട്ടില്ലേ? സ്തോത്രം. ആരും പോകാനില്ലാത്ത സ്ഥലത്തേക്ക് ഒരു ഗ്രാമത്തിൽ ചെന്നു. പാസ്റ്ററെ, ഒരു ഗ്രാമത്തിൽ ചെന്നു. 100-300 പേര് മീറ്റിങ്ങിനുണ്ട്. ഒറ്റൊരുത്തരെങ്കിലും ബൈബിളില്ല. 10-30 പാസ്റ്റർമാരുണ്ട്. 3 പേരുടെ കയ്യിലാണ് ബൈബിള്. അപ്പം എന്നെ കൊണ്ട് ഒരു മലയാളി പാസ്റ്റർ, ഞാൻ ചോദിച്ചു, ഇത് ബൈബിളില്ല ഇവർക്കൊന്നും? അതിന് ബൈബിൾ അറിയാൻ, ഭാഷ അറിയണ്ടേ? ഇവരിപ്പം പകല് മൊത്തം വയലായിരുന്നു, വൈകിട്ട് മുഖവും കഴുകി കയ്യും കാലും കഴുകി കയറിയിരിക്കുക ആ മുണ്ട് കൊടുത്തോണ്ട്. പല നോർത്ത് ഇന്ത്യയിലും പൊട്ടിട്ട് ഇതുപോലൊരു കമ്മ്യൂണിറ്റി ആദ്യമായിട്ടാ. അവിടെ എന്തോ പ്രസംഗിക്കണം, പൗലോസിനെയോ, ഉച്ചയുടെ മണ്ടേ കൂടെ പോവും. അവിടെ എന്തോ പ്രസംഗിക്കണ്ടേ? 2 മണിക്കൂർ എന്തോ പറയണം. പകുതി എന്തായാലും എൻ്റെ വൈഫ് കൊണ്ടുപോകും സമയം. സ്വതന്ത്രം പറഞ്ഞു ട്രാൻസ്ലേഷൻ 1 മണിക്കൂർ പറയണ്ടേ? എന്റെ പറയൂ അവിടെ. ലോട്സം പാസ്റ്റേ, ഞാൻ എഴുന്നേറ്റ് ചെയ്യുന്നു. അപ്പൊ കാണാതെ 2-3 പൊട്ട ഹിന്ദിപ്പാട്ട് 4 വരെയും പഠിച്ചോണ്ടായി പോന്നെ. പിടിച്ചിരിക്കണ്ട പാസ്റ്റേ. പവിത്രാത്മാ പവിത്രാത്മാ മുझे ले जाओ यीशु की ചരണോമേ. എഴുന്നേറ്റ് കീബോർഡും ഇല്ല, ഒന്നുമില്ല.
ആ മൈക്ക് എന്നൊക്കെ പറഞ്ഞ കൊട്ടൻ ചുക്ക തൈലക്കാര് പറയുന്ന മൈക്ക് പോലും അതിനേക്കാൾ നല്ലതാ. അടിയാന്ന് പറഞ്ഞ അളിയാന്നൊക്കെയാ കേൾക്കുന്നേ. എനിക്കൊപ്പം മനസ്സിലായത് സൗണ്ടിലോ മൈക്കിലോ ഞാൻ പലപ്പോഴും ചിന്തിക്കും, ലോർഡ്സ് ആൻഡ് പാസ്റ്റൊക്കെ ഇങ്ങനെ ഓടുമ്പോൾ ഞാൻ സത്യം പറഞ്ഞ അസൂയ കൊണ്ടല്ലേ ഞാൻ ചിന്തിച്ചോണ്ട്, ഇങ്ങനെക്കാളും പാടുന്ന എത്രയോ പേരുണ്ട്, ഞാൻ പാടുമല്ലോ. ചുമ്മാ ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ തമ്പുരാണ് പറയുക, പാട്ടിലൊന്നുമല്ല, ഞാൻ ചിലത് പകർന്നോണ്ടാ. അങ്ങനെ ഇന്ന് പകൽ ദൈവം ചിലത് പകരും. ഹല്ലേലൂയ. ഈ ദാവീദ് യഥാർത്ഥത്തിൽ കിന്നരം വായിക്കാൻ പ്രൊഫഷണലിസ്റ്റ് ആയിരുന്നോ? അല്ല. പുള്ളിയുടെ അപ്പം കിന്നരിസ്റ്റ് അല്ല, പിള്ള ചേട്ടന്മാര് കിന്നരിസ്റ്റ് അല്ല. കീബോർഡ് വായിക്കുന്നതിന് കീബോർഡിസ്റ്റ്, ഗിറ്റാർ വായിക്കുന്നതിന് ഗിറ്റാർ, തബല വായിക്കുന്നതിന് അപ്പൊ കിന്നരം വായിക്കുന്ന ആൾക്ക് കിന്നരിസ്റ്റ്. അതിനിപ്പോ നിങ്ങൾ ചിരിക്കാനാണ്. സ്തോത്രം. പക്ഷേ ശൗലിന്റെ അകത്തിരിക്കുന്ന ഇറങ്ങണമെങ്കിൽ താളവും മേളവും പാട്ടിന്റെ ഭംഗിയല്ല, അതിനേക്കാൾ വലിയത് അഭിഷേകം. നീ വീട്ടിൽ ആ പറവറക്കുന്ന സൗണ്ടിനകത്ത് സ്തോത്രഗീതം പാടുക. നീ മനമേ കർത്തൻ ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക. നീ മനമേ കർത്തൻ ജയം നൽകിടും. ഓ താഴ്ചയിൽ, ഓ വീഴ്ചയിൽ, ഓ വിശ്വാസത്താലേ, ഓ താഴ്ചയാലല്ല വിശ്വാസത്താലേ. മതി ഇതങ്ങോട്ടും ഇങ്ങനങ്ങോട്ടും നീ 4 വരി ഇരുന്ന് ആത്മാവിൽ പാടിയാ മതി. ദുരാത്മ മണ്ഡലങ്ങൾ ഇളകും. ഈ 17ാമത്തെ പകലിൽ മറഞ്ഞിരുന്നു കൊണ്ട് നിന്നെ കൈയടിപ്പിക്കുന്ന, മറഞ്ഞിരുന്നു കൊണ്ട് നിന്നെ അല്ലേനി പറയിപ്പിക്കുന്ന ദുരാത്മ വ്യാപാരങ്ങളെ ദൈവം കുത്തിയിറക്കും. Come out, come out, come out. Oh, Rabba Shata Rathari, Lamori Kisikoriana. പ്രാർത്ഥിച്ചോ ഇന്ന് പകൽ? നമ്മൾ അറിയാതെ നമ്മുടെ മേൽ വാഴുന്നത് ഇന്ന് പകൽ ഇറങ്ങണം. അതിനെ വെച്ചോണ്ട് ഉപവാസം ആശീർവാദം പറഞ്ഞ് പോകണ്ട. നമ്മൾ അറിയാതെ നമ്മളിൽ വ്യാഴുന്ന ചില ദുരാത്മ സ്വാധീനങ്ങളെ 17ാമത്തെ പകലിൽ വെട്ടുമെന്ന് എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു. പറയുന്നു 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 ജീസസ് നെയിം. ചിലരത് പ്രാർത്ഥിക്കത്തില്ല കേട്ടോ. പക്ഷേ ഞാൻ ഇവിടുത്തെ എത്ര വർഷമായ ആളാണെന്നറിയോ? അങ്ങനെ വല്ലതും സംഭവിച്ച് ആൾക്കാരെല്ലാം കണ്ടാൽ പിന്നെ എൻ്റെ ഉള്ള ഇമേജ് പോകത്തില്ലേ? സ്തോത്രം പറഞ്ഞാട്ടെ. ഇപ്പം തമ്പുരാൻ ശരിയാ, നമ്മുടെ ഇമേജിനൊക്കെ ദൈവവും വലുതായിട്ട് കാണുന്നുണ്ട് അല്ലേ? മനുഷ്യൻ പിന്നെ ആ കണ്ടുകൊണ്ടേ ചിലപ്പോൾ എന്ത് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് ദൈവം വേറെ രീതിയിലും ചെയ്യും. നമ്മൾ പോലും അറിയാതെ അങ്ങ് പോവും. ചിലർ മീറ്റിംഗ് കഴിഞ്ഞ് വന്ന് പറയാറുണ്ട്, പാസ്റ്റർ എന്തോ പോയത്, എന്തോ കുഞ്ഞമ്മ പോയതോ അല്ല പോയതാ.
അങ്ങനെ ഒരു ഫീലിംഗ് ഇവിടെ ഉണ്ടാകും. എന്നോട് കർത്താവ് പറയും, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാകും. എന്തോ അഴിഞ്ഞു പോയതുപോലെ ഇപ്പോൾ 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 ചില ശരീരങ്ങളിൽ നിന്ന് ചില രോഗബന്ധനങ്ങൾ അഴിഞ്ഞു പോയതുപോലെ, ചില ഭാരത്തിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോയതുപോലെ, ചില നിരാശയുടെ കുരുക്കുകൾ അഴിഞ്ഞു പോയതുപോലെ. റൈറ്റ് നൗ ഇത് ഞാൻ പറയുമ്പോൾ ആ പറഞ്ഞ വിഷയത്തിന് മേൽ പരിശുദ്ധാത്മാവിന്റെ കരം ഇപ്പോൾ വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത് ഒരു സാക്ഷ്യം പറഞ്ഞു വന്നതാ, അതിലെ കൂടെ അങ്ങ് പോയി. അപ്പൊ എൻ്റെ ചർച്ചിൽ ഒരു സഹോദരനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം എൻ്റെ ചർച്ചിലെ വിശ്വാസിയല്ല, വേറൊരു സഭയിലെ വിശ്വാസിയാണ്. അദ്ദേഹം വിദേശത്തായിരുന്നു, നാട്ടിൽ വന്നു, ഒരു വീട് വെച്ചു, ഒരു കട വെച്ചു. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ചാടി തലയിട്ട് ഭിത്തിയിലിടിക്കും, കാലിട്ട് കട്ടിലിടിക്കും. അങ്ങനെ കുറെ ആഴ്ചകൾ പോയി. ഈ സഹോദരിക്ക് ഇതാരോടും പറയാൻ ഒരു അഭിമാന പ്രസ്റ്റിജിന്റെ വിഷയം. അപ്പൊ ലോഗോസിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ ഈ സഹോദരി ഇടക്കിടയ്ക്ക് വരും. അപ്പോൾ ഒരു ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററെ ഒരു കാര്യം ഷെയർ ചെയ്യട്ടെ, പക്ഷെ വേറെ ആരോടും പറയല്ല, ഞങ്ങളുടെ അഭിമാന വിഷയം. ഞാൻ പറഞ്ഞു, എന്നാ പറ്റി? എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്തോ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ കേൾക്കുമ്പോഴേ അറിയാമല്ലോ വിഷയം എന്താണെന്നുള്ള കാര്യം. ഞാനും എൻ്റെ കൂടെയുള്ള ദൈവദാസനും കൂടെ വീട്ടിൽ ചെന്നു. ഞങ്ങളിങ്ങനെ കസേരയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സെയിം പ്രശ്നം. കാലിട്ടടിക്കുന്നു, തല ഭിത്തിയിലിടിക്കുന്നു, വലിയൊരു അന്തരീക്ഷം. അതൊരു 5 മിനിറ്റ് നിൽക്കും, പിന്നെ നോർമലാകും, പിന്നെ കാര്യം പറയും. കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇത് ഇങ്ങനെ വരും, ഒരു പ്രത്യേക രീതി. അപ്പം പലതും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ടാ. പിന്നെ ഇടയ്ക്ക് ഇതെല്ലാം ചായ കുടിച്ചില്ലല്ലോ എന്ന് പറയും. നമ്മൾ ചായ കുടിക്കാൻ നേരത്തെ പിന്നെയും തല ഭിത്തിയിലിടിക്കും, ഒരു പ്രത്യേക രീതി. സത്യം പറഞ്ഞാൽ സ്വന്തം സഭയിലെ ഭൂതത്തെ ഇറക്കാൻ സമയമില്ല. പിന്നെ ഈ കേസും കൂടെ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള, പ്രത്യേകിച്ച് ഈ ഭൂതശാന്തി ശുശ്രൂഷ ഒരുമാതിരി ഉള്ളവരൊന്നും ഇപ്പം സ്വന്തം സഭയിലൊക്കെ നമ്മൾ ചെയ്യും. കാര്യം ഇതെന്നൊക്കെ പറഞ്ഞാൽ കൊച്ചുകൾ കാര്യമൊന്നുമല്ല. അതുപോലെ പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഉള്ളൊരു മണ്ഡലമാണ്. സ്വതന്ത്രം പറഞ്ഞാട്ടെ, ഞാൻ പലപ്പോഴും പറയും, പാസുമാരായ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോരാട്ടം കൂടാനുള്ള കാരണം എന്താണെന്നറിയോ? നിങ്ങളാ. ഇവരാരും മിണ്ടത്തില്ല. കേട്ടോ, നിങ്ങൾ സുവിശേഷങ്ങൾ ശ്രദ്ധിച്ചോ? പത്രോസ് ഒരിക്കൽ പോലും തടവിലായില്ല. ഒരിടത്ത് പോലും സുവിശേഷങ്ങളിൽ പത്രോസ് തടവിലായില്ല. അപ്പോസ്തല പ്രവൃത്തിയിൽ മുടന്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു, പുള്ളിതാ ജയിലിൽ കയറി. അത്രയേ ഉള്ളൂ. 4-ാമത്തെ അധ്യായത്തിൽ പത്രോസിനെ യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയെന്നാ. തടവിലാക്കാൻ കാര്യം എന്താ? ദേവാലയ ഗോപുരത്തിലെ വാതിക്കൽ യജമാനന്മാർക്ക് ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു പുള്ളിക്കാട് സൗഖ്യം പ്രാപിച്ച് പള്ളിക്കകത്ത് കയറി. സ്വോത്രം. മനസ്സിലായി? ഇനിയുമാരെ വിട്ടാൽ ഇതുപോലെ പള്ളിയുടെ പുറത്തിരിക്കുന്ന ഒത്തിരിയാണ് അകത്ത് കയറും. സ്വോത്രം. യേശുവിന്റെ നാമത്തെ ജയമെടുക്കട്ടെ. പ്രൈസറോ. പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ സന്തോഷം ഉണ്ടായത്, തുടർന്നുള്ള വാക്യങ്ങളൊക്കെ വായിച്ചു വന്നപ്പോൾ ഇവരെ ജയിലിലാക്കി തടവിലാക്കിയപ്പോൾ ഞാൻ യോഹന്നാനോട് ചോദിച്ചു, യോഹന്നാനെ പ്രയാസം വല്ലതും ഉണ്ടോ? പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ വിടുവിക്കപ്പെട്ട മനുഷ്യൻ എൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട്, അങ്ങനെ കൂടെ വാക്യം അവിടെ ഉണ്ട് കേട്ടോ. സൗഖ്യം പ്രാപിച്ചവൻ അവരോട് കൂടെ നിന്നു. വിടുതൽ പ്രാപിച്ച് കയ്യും കെട്ടി വീട്ടിൽ പോകുകയല്ല, വില കൊടുത്ത അഭിഷക്തന്മാരുടെ കൂടെ നിന്ന് നന്ദിയുള്ളവരായിരിക്കണം. ഞാനൊരു പാസ്റ്റർ മോനായിട്ട് ജനിച്ചത് കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടും ഞാൻ ചില കാര്യങ്ങൾ പറയാം. പ്ലീസ്, ഉണർവ് മാത്രം പോരല്ലോ. സ്തോത്രം, സ്തോത്രം. ദൈവദാസന്മാരെ, ഞങ്ങളുടെ എല്ലാ ആദർശങ്ങളോടും എല്ലാ കാര്യങ്ങളോടും പൊരുത്തപ്പെട്ടു പോകാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റില്ലെന്ന് വരും. എല്ലാ നിയോഗങ്ങൾക്കും ആമേൻ പറയാൻ എല്ലാവർക്കും പറ്റില്ലെന്ന് വരും. പക്ഷെ ഒരു കാര്യം ഞാൻ ആത്മാവിൽ പറയാം, കർത്താവിന് വേണ്ടി നിൽക്കുന്ന അഭിഷക്തനോട് ചേർന്ന് നിന്നാൽ, കർത്താവിനെ കാണും മുമ്പേ മരണം കാണത്തില്ലെന്ന്
യഥാർത്ഥത്തിൽ ദൂത് കിട്ടിയത് ഹന്നയമ്മച്ചിക്കല്ല, ശിമയോൻ എന്ന മനുഷ്യനാ. ആണോ? പക്ഷേ ശിമയോൻ എന്ന ഈ ദൈവദാസൻ, അദ്ദേഹത്തെക്കാളും പ്രായം കൂടുതലാ ഹന്നയ്ക്ക്. ഏകദേശം 106ഓളം വയസ്സുണ്ട് ഹന്നയമ്മച്ചിക്ക്. പക്ഷെ ശിമയോൻ എന്ന ദൈവദാസനിൽ എനിക്ക് കിട്ടാത്ത എന്തോ വാക്തത്വം കിട്ടിയിട്ടുണ്ടെന്ന് ഈ അമ്മച്ചി മനസ്സിലാക്കിയിട്ട് 84 വർഷം പള്ളി വിടാതെ കൂടിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചതറിയോ? ശിമയോൻ കണ്ട യേശുവിനെ അവളും കണ്ടു. നിന്റെ തലയെ കൈവച്ച് ഒരു പ്രവാചകന് ദൂത് പറഞ്ഞില്ലെങ്കിലും ഈ സഭയോട് പറയുന്ന ദൂത്, അഭിഷക്തന്മാരോട് പറഞ്ഞ ദൂത്, അതിന്റെ ഭാഗമാ നിങ്ങളും. അല്ലേ വാസേ? ഏറ്റവും കൂടുതൽ ബിജുപ്പാസോടായിരിക്കും ഇവിടെ ഒരു ദൈവദാസന്മാരെല്ലാം ദൂത് അടുത്ത് ചെന്നോ ചെവിയിലോ ഒക്കെ പറയും, ദൈവദാസന്മാരോട് പറയും. അപ്പൊ നമ്മൾ ചിന്തിക്കല്ലട, ഞാനും ഇത്രയും ദിവസം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ആഹാരം കഴിക്കാതെ വന്നിരിക്കുക അല്ലേ? ഒരു ഉദ്ദേശം അടിക്കടി ചെന്നാൽ പോലും തലയെ കൈവച്ചിട്ട് പ്രാർത്ഥിച്ചങ്ങ് വിടുന്നേ ഉള്ളൂ, ഒരു ദൂത് പോലും പറയുന്നില്ല. ഭാരപ്പെടണ്ട, സഭയോട് പറഞ്ഞ ദൂതെല്ലാം നിനക്കുള്ളതാ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യ്, ഇദ്ദേഹത്തെ ചർച്ച കൊണ്ടുപോകാം, നമുക്ക് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞങ്ങൾ സഹോദരന്മാരോട് പറഞ്ഞു, ഞങ്ങളെല്ലാം കൂടെ പ്രാർത്ഥിക്കായിരുന്നു. വൈകിട്ട് 7:30 ആകുമ്പോൾ പ്രാർത്ഥിക്കാനിരുന്നു. 7:30, 8:30, 9:30, 10:00, 11:30, 12, 12:30 ആയപ്പോൾ ചെറുതായിട്ടൊന്ന് പോകാം, അത്ര പോരാ പുള്ളിക്ക്, പോകാം. പിന്നെയും പോകത്തില്ല. പല പ്രാവശ്യമായി ക്ഷീണിച്ച് കുഴഞ്ഞ് വെള്ളം കുടിച്ച് എൻ്റെ ഇടപാട് വളരെ ടയർഡായി. അവസാനം പണ്ടൊരു ഭാഷ പറഞ്ഞ പോലെ, നീ പോകുന്നു അല്ലെ ഞാൻ പോവും എന്ന് പറയേണ്ട അവസ്ഥ എത്തി. പിന്നെ ഇട്ടിട്ട് പോകാനൊരു മടി. പിന്നെയും ദൈവമേ എന്തെങ്കിലും ചെയ്യപ്പാ, എന്തെങ്കിലും ചെയ്. അപ്പൊ എന്നോട് പറയുക, എനിക്ക് പോകണമെന്നൊക്കെ ഉണ്ട്, പോകാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ പോകാൻ പറ്റാത്ത? അതെന്റെ വീട് പണി നടക്കുന്ന സമയത്ത് ആ പണിതുകൊണ്ടിരിക്കുന്ന ഒരാള് ആ വലതുഭാഗത്തെ ഭിത്തിക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, പുതിയ വീടാ, ഇനി ഞങ്ങൾ അവിടെ ചെന്ന് കുത്തിയിടിച്ചിട്ട് നാട്ടുകാരെ പറയണം ഉദ്ദേശിച്ച് JCB ശുശ്രൂഷ തുടങ്ങിയെന്ന്. പോയി കള്ളപ്പിച്ചാതെ എന്നെ പേരുദോഷം കേൾപ്പിക്കാൻ ആവശ്യത്തിന് പേരുദോഷമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ, സ്തോത്രം. അപ്പടെ പെട്ടെന്ന് അകത്ത് ദൈവാത്മാർ, ദൂതന്മാരെ എന്തിനാ തന്നേക്കുന്നേ കണ്ടോണ്ടിരിക്കുക. അവര് ആദ്യമായിട്ട് അങ്ങൊരു കാര്യം ചെയ്യുന്നേ. ഞാൻ പറഞ്ഞു, ഗബ്രിയേലേ, വലിയ കമാൻഡ് ചെയ്തൊന്നും വിളിക്കാനുള്ള ധൈര്യമില്ല, ഇറങ്ങുമെന്നത് ഉറപ്പ്. ആദ്യത്തെ അനുഭവമില്ലേ, ഗബ്രിയേലേ, മീകായേലേ, ഇടപാട് മാറിയിരിക്കും, ഒന്ന് ഇറങ്ങും. അപ്പൊ എനിക്കറിയണോ ഇത് ഇറങ്ങുന്നോ അവിടെ ചെല്ലുന്നോ എന്നറിയാം. ഞാൻ പറഞ്ഞു, അത് ഇവിടെ ഗബ്രിയേലും ദൂതന്മാർ ആ മീകായേലും അവരുടെ വീട്ടിൽ അവിടെ നിന്നൊരു 4 കിലോമീറ്റർ മാറിയല്ലേ, 4 കിലോമീറ്റർ മാറിയ ആ വീട്ടിൽ ഇറങ്ങി ഈ പരിപാടി പൊട്ടിക്കുന്നത് എനിക്ക് ഈ ശരീരത്തിൽ അറിയണം. പക്ഷെ പറഞ്ഞ സെക്കൻഡുകൾക്കുള്ളിൽ ദൂതന്മാർ ആ വീട്ടിൽ ഇറങ്ങുന്നത് ഈ ശരീരത്തിൽ കാണാൻ തുടങ്ങി. അനുഭവമായി പ്രസംഗിക്കുന്നേ അവ ശരീരത്തിൽ കാണാൻ തുടങ്ങി. സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അലറി വിളിച്ച് ആ ദുരാത്മ മണ്ഡലങ്ങൾ ആ സഹോദരൻ വിട്ടുപോയി. ഈ ദൂത് ഞാൻ പറയുമ്പോൾ തന്നെ ആദ്യമായിട്ട് ഒരു സ്ഥലത്ത് ഈ സാക്ഷി ഞാൻ പറയുന്നേ, യേശുവിന്റെ നാമത്തിൽ ഇന്നലെ കർത്താവ് ചെയ്തത് പറഞ്ഞ് കയ്യടി മേടിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ തമ്പുരാനോട് പറയുക, ദൂതന്മാർ അങ്ങനെ ചിലവ് ഇവിടെ ചെയ്യും.
ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആ ഭാഗം വിടട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് കയറിയിട്ടില്ല. വേറെ മരണത്തെ മുഖാമുഖമായി കാണുന്ന ഒരു സ്ഥലത്തും ഒരു പശ്ചാത്തലത്തിലും ആര് നിൽക്കുന്നേ? മനുഷ്യജീവനെ കൊതിയുള്ള, ഭാവിയെക്കുറിച്ച് ചിന്തയുള്ള ഏത് മനുഷ്യനും ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്തു വരാൻ സ്വാഭാവികമായിട്ട് ആഗ്രഹിക്കും. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വെളിപ്പാടോടെ കിടപ്പുണ്ട് പാസ്റ്റർ. എവിടെ മുതൽ ഈ ഭാഗം നമ്മൾ കയറുക? 4-ാമത്തെ ആയത്തിൽ സ്വർഗത്തിലൊരു വാതിൽ തുറന്നിട്ട് തമ്പുരാൻ പറയുക, ഇങ്ങോട്ട് കയറി വരാൻ. അങ്ങോട്ട് കയറി ചെന്ന ഭാര്യയും പിള്ളേരെയും കാണാൻ പറ്റൂ? ചർച്ചയിലുള്ള വിശ്വാസികളെ കാണാൻ പറ്റൂ? നിങ്ങൾ കേട്ടെ, യോഹന്നാന്റെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി തുറക്കപ്പെടേണ്ട വാതിൽ സ്വർഗത്തിലേക്ക് കയറാനുള്ള വാതിലല്ല. ഈ സ്വർഗത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആരും പേടിക്കണ്ടേ? ഇപ്പൊ സ്വത്രം പറഞ്ഞേ, ഞാൻ പറയാതെ. സ്വർഗത്തിലേക്ക് കയറേണ്ട വാതിലല്ല, അവിടുന്ന് രക്ഷപ്പെട്ട് എഫെസോസിൽ പോകേണ്ട വാതില യഥാർത്ഥത്തിൽ തുറക്കേണ്ടേ അല്ലേ? അവിടുന്ന് എഫെസോസിലെത്തുക. എഫെസോസിലെത്തുക എന്ന് പറഞ്ഞാൽ തൻ്റെ ശരീരം രക്ഷപ്പെടുക. തൻ്റെ ശരീരം രക്ഷപ്പെടുക. അങ്ങനൊരു വാതില ഇപ്പൊ തുറക്കേണ്ടേ. അത് കഴിഞ്ഞിട്ട് ഇത് തുറന്നാലും നമുക്ക് ആമേൻ പറയാം. യോഹന്നാന്റെ മുമ്പിലെ വെരി വെരി ഇമ്പോർട്ടന്റ് വാതിൽ സ്വർഗത്തിലേക്ക് കയറ്റുന്ന വാതിലല്ല, അവിടുന്ന് പത്മോസിൽ നിന്ന് രക്ഷപ്പെടുത്തി എഫെസോസിലേക്ക് എത്തിക്കുന്ന വാതില. സത്യമാണോ? അതെ. എഫെസോസിലേക്ക് എത്തിക്കേണ്ട വാതിലാണ് യോഹന്നാന്റെ മുമ്പിൽ മാനുഷികമായിട്ട് എന്ത് ചെയ്യേണ്ടത്? തുറക്കേണ്ടത്. സ്തോത്രം. AD 95 ഈ മനുഷ്യനെ അവിടെ കൊണ്ടിട്ട് 96 താൻ എഫെസോസിലെത്തി. ശ്രദ്ധിച്ചേ, എഫെസോസിൽ എത്തിയോ എന്ന് ചോദിച്ചാൽ എത്തി. പക്ഷെ എഫെസോസിലേക്ക് എത്താനുള്ള വാതിലല്ല ദൈവം ആദ്യം തുറന്നേ. സ്തോത്രം. നമ്മുടെ ഉള്ളിൽ ഈ 17-ാമത്തെ ദിവസവും വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്ന നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്താൻ, നിന്റെ ഭൗതികത്തെ രക്ഷപ്പെടുത്താൻ, അവൻ വിദ്യാഭ്യാസത്തെ രക്ഷപ്പെടുത്താൻ, ഈ ശരീരം രക്ഷപ്പെട്ട് എഫെസോസിൽ എത്തിക്കുന്ന വാതിലായിരിക്കും നമ്മുടെ മുമ്പിൽ വലിയ വിഷയം. പക്ഷെ ദൈവത്തിന് അതിനേക്കാളും വലിയൊരു വിഷയമുണ്ട്. അതിലേക്ക് 17-ാമത്തെ ദിവസം സഭയെ കയറ്റാൻ പോകുന്നേ. നിങ്ങളെല്ലാവരും ഈ ദൂത് മനസ്സിലാക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എനിക്ക്. യഥാർത്ഥത്തിൽ ഈ മനുഷ്യൻ എഫെസോസിലേക്ക് ചെന്നോ? നിങ്ങളുടെ തീരുമാനം, നിങ്ങളുടെ വാക്കുകൾ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എഫെസോസിൽ ചെന്നോ? 1:9 വാക്യത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, യോഹന്നാൻ എന്ന ഞാൻ നിങ്ങളുടെ സഹോദരനും. അതൊക്കെ വിട്ടേരെ, അത് മാത്രം നമുക്ക് വായിക്കാം. യോഹന്നാൻ എന്ന ഞാൻ യേശുവിന്റെ വചനവും സാക്ഷിയോ നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കേട്ടില്ല? പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണെന്നാണോ അല്ലെന്നാണോ? ആയിരുന്നു പത്മോസ് എന്ന ദ്വീപിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പത്മോസിലാണോ? അല്ല. അവിടുന്ന് എവിടെ എത്തി? എഫെസോസിൽ. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വാതിൽ ദൈവം തുറന്നോ ഇല്ലയോ? രക്ഷപ്പെടാനുള്ള വാതിൽ തുറന്നോ ഇല്ലയോ? തുറന്നു. ശ്രദ്ധിച്ചേ, എഫെസോസിലേക്ക് തന്റെ ഈ ഭൗതിക ശരീരത്തെ രക്ഷപ്പെടുത്താനുള്ള വാതിൽ ദൈവം എന്ത് ചെയ്തു? തുറന്നു. പക്ഷെ അതിനേക്കാൾ മുമ്പേ ദൈവം തുറന്നത് മറ്റൊരു വാതിലാ. ജോലിക്ക് വേണ്ടിയുള്ള വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നതിനകത്തുണ്ട്. കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ വിഷയത്തിന് വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇതൊന്നും ചെയ്യത്തില്ലെന്ന് ഞാൻ പറയത്തില്ല, അതൊക്കെ ചെയ്യും. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു വാതിൽ, അവൻ ഡെലിവറൻസ് ചർച്ചിന് വേണ്ടി 17-ാമത്തെ ദിവസം ദൈവത്തിന് തുറക്കാൻ ആഗ്രഹമുണ്ട്. പ്രാർത്ഥിച്ചോ മോനെ? പ്രാർത്ഥിച്ചോ നീ ശക്തമായിട്ട്? മോനെ നീ പ്രാർത്ഥിച്ചോ ശക്തമായിട്ട്? ശക്തമായിട്ട് മോനെ നീ പ്രാർത്ഥിച്ചോ?
പ്രാർത്ഥിച്ചോ മോനെ. ദൈവം നിനക്ക് വേണ്ടി നീ ചിന്തിക്കുന്നതിനേക്കാളും നീ നനയ്ക്കുന്നതിനേക്കാളും അപ്പുറമായിട്ടുള്ളത് നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു കരം ഞാൻ കാണുന്നുണ്ട്. എവിടെങ്കിലും നീ അടഞ്ഞു വെക്കുകയാ, പക്ഷെ തമ്പുരാൻ പറയുകയാ ഈ ഉപവാസത്തിൽ അത് സംഭവിക്കും. ഇന്ന് പകൽ അത് സംഭവിക്കും. നിഷ്കളങ്കമായിട്ട് വലിയ ആത്മീയത ഒന്നും ചിന്തിക്കാതെ മറുപടി തരണം. ജോലിയുടെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു കരം ഉയർത്തിയാട്ടെ. ജോലിയുടെ വാതിൽ നന്നായിട്ട് പോകുന്നത് നാണക്കേടുള്ള കാര്യമാണ് ഈ പറഞ്ഞേ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്ന ഉയർത്തിയേ. ഞാൻ വിചാരിച്ചു എല്ലാവരും പൊക്കുമായിരിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവി സംബന്ധമായ വിഷയത്തിന്റെ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കുന്നവർ, ശുശ്രൂഷയുടെ യാത്രാ സംബന്ധമായ വാതിൽ തുറക്കാൻ പ്രാർത്ഥിക്കും. ഞാൻ കഴിഞ്ഞിട്ടാ ബുക്ക് ചെയ്യാം. ഇത് വെറുതെ ഒരു ഭംഗിവാക്കായിട്ടൊന്ന് പുകഴ്ത്താൻ പറയല്ല. ഈ മലയാളികൾ കമ്മ്യൂണിറ്റി ഈ സ്ഥലങ്ങളിലെല്ലാം അഭിഷക്തൻ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ തമ്പുരാൻ എന്നെ കാണിക്കുന്നൊരു കാഴ്ച മലയാളി കമ്മ്യൂണിറ്റി അല്ല, മലയാളികളുടെ കമ്മ്യൂണിറ്റി അല്ല. മലയാളമല്ലാതെ വേറൊരു ഭാഷ പ്രസംഗിക്കാൻ അറിയോ? അതുപോലെ നേരെ ചൊവ്വേ രക്തത്താൽ ജയമെടുക്കുക. എൻ്റെ ചേട്ടനാ, സ്വത്രം പറഞ്ഞാട്ടെ. അതുപോലെ നേരെ ചൊവ്വേ അറിയത്തില്ല. പക്ഷെ തമ്പുരാൻ എന്നോട് ശക്തമായി പറയാൻ പറയുന്നു. കൈയടി കേൾക്കാൻ പറയല്ല, തമ്പുരാൻ പറഞ്ഞ ദൂത് എനിക്ക് ഉറപ്പാണ്. എഴുതി വെച്ചോ, കുറിച്ചു വെച്ചോ. ദൈവാത്മാവ് അങ്ങനെ ചില വാതിലുകൾ അഭിഷക്തന്റെ മുൻപിൽ കർത്താവ് തുറക്കുന്നുണ്ട്. എന്തിനെന്നറിയാമോ? എന്റെ രാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി നിന്റെ ഉള്ളിൽ ചില പ്രോജക്റ്റുകളുണ്ട്. അത് ചെയ്യാൻ ദൈവത്തിന് നിന്നെ അനുഗ്രഹിക്കണം. ദൈവരാജ്യത്തിന്റെ വ്യാപ്തിയോടുള്ള ബന്ധത്തിൽ ചില പ്രോജക്റ്റുകളുണ്ട്. ഇപ്പോൾ ഏറ്റവും മുൻപിലായി ഇങ്ങോട്ട് വന്ന അഭിഷേകത്തിന് പ്ലീസ്, ഏറ്റവും മുൻപിലായി അങ്ങനെ ഒരു പ്രോജക്റ്റ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. എന്താ ഭാഷേ? എനിക്കറിയാം, അതിന് വെളിപ്പെടുന്നില്ല. ബിൽഡിങ് അതിവിടെ വന്നിരുന്നപ്പോ കർത്താവ് പറഞ്ഞൊരു കാര്യം അതങ്ങ് പറഞ്ഞു. ഞാൻ ഉറപ്പിച്ചു ഭാഷേ, ഇതേത് ഞാന് പ്ലീസ് ശുശ്രൂഷയിൽ ഒത്തിരി പണിയപ്പെടുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് ഈ ബാഹ്യമായതിലൊക്കെ ഉള്ള അപ്രീസിയേഷൻ തമ്പുരാൻ പറഞ്ഞു നിനക്ക് വേണ്ട. ഞാൻ കൈ ഊപ്പി പറയുന്നു, നിങ്ങളുടെ ആട് കൈയടിക്ക് വേണ്ടി ഒരു ദൂത് പറയത്തില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ച് വലിയ ഭയം എനിക്കുണ്ട്. താങ്ക് യു. ഞാൻ പാസ്റ്റർ പ്ലീസ് നിങ്ങളത് പറഞ്ഞു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അവസാനം ഞാനിത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവുകയായിരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ദൈവം എന്നെ ശക്തമായി കാണിച്ചു. ആമേൻ. ഈ ചർച്ചിനകത്തൊരു ഷിഫ്റ്റിംഗ് നടക്കുന്നത്. എല്ലാവരും കരങ്ങളൊന്നും ഉയർത്തിയ ദൈവഭോഷ്ക പറയത്തില്ല. ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നീ എന്നോട് ഈ ഒരു ദൂത ഈ സഭയോട് പറയാൻ പറഞ്ഞുള്ളൂ. ഇനി എന്തെങ്കിലും വെളിപ്പെടുത്തിയാൽ ഞാൻ പറയും. പക്ഷേ അങ്ങനോട് പറഞ്ഞൊരു ശബ്ദമാണ്, ഇത് കവിയും. അതിന് മുൻപിട്ട് തന്നെ, കവിഞ്ഞിട്ടല്ല, അതിന് മുൻപിട്ട് തന്നെ ദൈവം ഒരു ഷിഫ്റ്റിങ് ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതിനൊരു വലിയ നിറവ് ആവശ്യമാണ്. ആ നിറവിന് വേണ്ടിയുള്ള ഒരു കൈത്താകൽ എന്റെ ഭക്തന് വേണ്ടി ഞാൻ തുറന്നിരിക്കുന്നു.
തുറന്നിരിക്കുന്നു, തുറന്നിരിക്കുന്നു, തുറന്നിരിക്കുന്നു. ആ വഴി തുറന്നിരിക്കുന്നു, ആ വാതിൽ 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 തുറന്നിരിക്കുന്നു. തകർച്ചയിൽ നിന്ന് പണിതതാ കേട്ടോ നിന്നെ. തകർച്ചയിൽ നിന്ന് ഞാൻ പണിതതാ. മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല്, മൂലക്കല്ല്. ജീസസ് നെയിം, ജീസസ് നെയിം. അസാധാരണ ധൈര്യം തന്നു കേട്ടോ, അസാധാരണ ധൈര്യം തന്നു. മരിക്കണമെങ്കിൽ മരിക്കും. അതരഘടക സന്തൽ പൗഡവശസിയാന പാതൽ ഘടകസിയാന അതരഘടക സത്തോരിയ. മറ്റൊരു ദൂതുണ്ട്, ഇത് കഴിയുമ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയണം. മറ്റൊരു ദൂത് പറയാനുണ്ട് എനിക്ക്. യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ കർത്താവ് തുറക്കട്ടെ, വാതിലുകൾ ദൈവം തുറക്കട്ടെ, വാതിലുകൾ ദൈവം തുറക്കട്ടെ, വാതിലുകൾ. ശുശ്രൂഷയെ സ്വപ്നം കണ്ട് മടക്കുക. നിന്റെ പ്രാർത്ഥനയിൽ വേറെ ഒന്നുമില്ല. നീ ഇത്രയും ദിവസം എന്നോട് കരഞ്ഞതും അതാ. ഇന്നലെ രാത്രിയിലും നീ എന്നോട് പറഞ്ഞതാ, വേണ്ടതുപോലെ കിട്ടിയിട്ടില്ലെന്ന്, വേണ്ടതുപോലെ കിട്ടിയിട്ടില്ലെന്ന്. പക്ഷെ ഇന്ന് 17ാമത്തെ ദിവസം ദൈവാത്മാവിനെ കാണിക്കുന്നു. ഒരു അസാധാരണമായ പകർച്ച ശുശ്രൂഷയുടെ നിന്റെ മേൽ കൈമാറാതെ ആടെ മേല ഞാൻ കൈമാറുന്നത്. നിനക്ക് തരാമേ, നിനക്ക് തരാമേ. അരമുറിക്കോ ചെരിപ്പിട്ടോ, അരമുറിക്കോ ചെരിപ്പിട്ടോ, അരമുറിക്കോ ചെരിപ്പിട്ടോ. യേശുവിന്റെ നാമത്തില് ഇതിനകത്ത് ഒരാളെ പോലും ദൈവം വെറുതെ വിടത്തില്ല. ഒരു മിഷണറിയുടെ ദൗത്യം, ഒരു മിഷന്റെ ദൗത്യം നിന്റെ പക്കൽ ദൈവം ഏൽപ്പിക്കുന്നുണ്ട്, ഏൽപ്പിക്കുന്നുണ്ട്. എത്ര ഭാഷ അറിയാം? ഏതൊക്കെയാ? നേരത്തെ നോർത്ത് ഇന്ത്യ വല്ലതും ഉണ്ടായിരുന്നു? ഒരു വലിയ ഉണർവ് ആ മേഖല ദൈവനെ കാണിക്കുക. ഒന്നല്ല, ഒന്നല്ല, ഒന്നല്ല. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തേനീച്ച കൂട്ടിൽ കല്ലെടുത്തെറിഞ്ഞാൽ തേനീച്ച പറന്നു പോകുന്നത് പോലെ ഒരു ഭയങ്കര ചലനത്തെ ആത്മാവ് കാണിക്കുന്നന്നെ തമ്പുരാനെ കാണിക്കുന്നത്. അത് ശരി. അതരക ശസിയ അടകജല പൊളിറ്റിക്കൽ ലെവലിൽ നിൽക്കുന്നവർ യേശുവിന്റെ നാമത്തിൽ അടുത്തു വരുന്നത് പോലെ, അതേ ദൈവം സ്വന്തമായ അവകാശങ്ങൾ തരുന്നത് പോലെ, മണ്ണ് സ്വന്തമാ, അവ ചർച്ച സ്വന്തമാ. അങ്ങനെ ചില ദൈവപ്രവർത്തികൾ കർത്താവിനെ കാണിക്കുന്നുണ്ട്. നീ ചോദിക്കൂ, ദൈവമേ എന്തിനാ ഇത്രയും ശോധന? ഒരു പാട്ടുണ്ടല്ലോ, നിന്നെ പണിതെടുത്ത് പൊന്നാക്കാൻ, നിന്നെ പണിതെടുത്ത് പൊന്നാക്കാൻ. നീ കയറിയിട്ടില്ലാത്ത ചില പ്രതിസന്ധികളിലേക്ക് നീ കയറേണ്ടി വരും. ഫാമിലി, ഇദ്ദേഹത്തിന്റെ ഫാമിലി ഇനി വന്നേ. ഹോളി ജീസസ് ആഴത്തിലെന്നോടും ആത്മാവിലെന്നോടും ആഴത്തിലെന്നോടും ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ഓ ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ. ആഴത്തിലെന്നോടും ഇടപെടണേ, ആത്മാവിലെന്നോടും ഇടപെടണേ. ഈ കുടുംബത്തിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഇനി സഹോദരനോട് പ്രാർത്ഥിക്കുമ്പോൾ
ഈ സഹോദരിയുടെ ജീവിതത്തിൽ, ശരീരത്തിൽ എന്തോ വളരെ വ്യത്യസ്തമായ ഒരു പ്രതിസന്ധി കയറി പിടിക്കുന്നത് പോലെ ഉടജലം വശസിയ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ വിഷയമായി മാറുന്നത് പോലെ ഒരു കാഴ്ച കർത്താവിനെ കാണിച്ചു, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. പക്ഷെ ഇന്ന് രാത്രിയിൽ ദൈവത്തിന് എന്തോ വലിയ ഫേവർ നിങ്ങളുടെ കുടുംബത്തിന്മേൽ കിടപ്പുണ്ട്. അടകജലം വക്ഷസരം ദുരാജഘടക സമ്പൽ ഘടകസിയാല കൊന്നു മുടിക്കാൻ വേണ്ടി യഹൂദന്മാർക്ക് നേരെ കെട്ടിയ കെട്ട്, അതേ എസ്തേർ 3 ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ തമ്പുരാൻ അറുത്ത് കളഞ്ഞതുപോലെ ദൈവാത്മാവിനോട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അങ്ങനെ ചില മേഖലകളുടെ മേൽ ദൈവശക്തിയുടെ സൗഖ്യത്തിന്റെ നിന്റെ വയറ്റിനകത്ത് നിന്ന്, നിന്റെ വയറിന്റെ ഉള്ളിൽ നിന്ന് come out, നിന്റെ ശരീരത്തിന് മേൽ തൊടട്ടെ. നിന്റെ ഉദരത്തിന്റെ മേലും നിന്റെ വയറിന്റെ മേലും നിന്റെ ആന്തരിക അവയവങ്ങളുടെ മേലും വിടുതൽ സംഭവിക്കുക. ഇപ്പോ എന്തോ ഭാരം നിന്നെ വിട്ടുപോയതുപോലെ നിന്റെ ശരീരം മാറിയിരിക്കുന്നു. ജീസസ് നെയിം. വന്നേ, കർത്താവേ, ഈ ഫാമിലിയോട് കരുണ കാണിക്കുകയും ഈ 17ാമത്തെ ദിവസം ഇവർക്ക് വേണ്ടിയുള്ള ദിവസമാകട്ടെ. ഇവരെൻ്റെ ആരുമല്ല, പക്ഷെ ക്രിസ്തുവിൽ എൻ്റെ സഹോദരങ്ങളാണ്. ഇവർ കർത്താവിന് ഇവിടെ നിൽക്കുന്ന ഒറ്റ കാരണത്താൽ ദൈവം അവരോട് കരുണ കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ വേദനയുടെ മേൽ ആ സൗഖ്യത്തിൻ്റെ ആത്മാവിനെ, ആ ഹീലിംഗ് അനോയിന്റിംഗ് ഈ സമയം തന്നെ ഈ ശരീരത്തിന്മേൽ വെളിപ്പെടുന്നു. ആമേൻ, ആമേൻ. കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ് ചെയ്തിരിക്കുക. അപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയുള്ളത് അത് സാധാരണ ഒരു വഴി തുറന്നാൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് അസാധാരണമായ വഴി ദൈവം തുറക്കുന്നത്. അതിനകത്ത് ഒന്നും നിനക്കില്ല. അങ്ങനെ പറയും, ഒന്നുമില്ല. ചോക്ലേറ്റ് പോലും തരുന്നില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്ന അങ്ങനെ തന്നെ. പക്ഷെ ഈ ദൂത് വ്യത്യസ്തമാണ്. ഒരാമയം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ശരീരത്തിന്റെ രക്ഷയുടെ വാതിൽ നമുക്കെല്ലാം ആവശ്യമാണ്, റൈറ്റ്? പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഒരു വാതിൽ നിനക്ക് വേണ്ടി തുറക്കാനാ തമ്പുരാൻ ആഗ്രഹിക്കുന്നത്. ജോലിയുടെ വാതിൽ രണ്ടാമത് എഫെസോസിൽ എത്തുന്ന വാതിലാണ്. ജോലിയുടെ വാതിൽ, സൗഖ്യത്തിന്റെ വാതിൽ, വിവാഹത്തിന്റെ വാതിൽ, വരുമാനത്തിന്റെ വാതിൽ, ഇതെല്ലാം യോഹന്നാൻ എഫെസോസിൽ എത്തുന്ന വാതിലാ. അത് സംഭവിക്കത്തില്ല, സംഭവിക്കും. നാളെ നിങ്ങൾ സാക്ഷ്യം പറയൂ, യോഹന്നാൻ അത് ഞാൻ പത്മോസിൽ ആയിരുന്നു. ഈ വാസപ്രാർത്ഥനയിൽ ദൈവം എനിക്ക് വിടുതൽ തന്നു എന്ന് നിങ്ങൾ പറയും. ആയിരുന്നു സിസ്റ്ററെ എന്ന് പറയുന്നൊരു സാക്ഷ്യത്തിന്റെ ഉടമയായി ദൈവം ഈ പ്രാർത്ഥനയിൽ മാറ്റും. ആയിരുന്നു. യോഹന്നാന് വേണ്ടി 4-ാം അധ്യായത്തിൽ എന്തിലുള്ള വാതിലാ തുറന്നേ? ഉറക്കെ പറയണം.
സ്വർഗത്തിലേക്ക് കയറാനുള്ള വാതിലാ തുറന്ന്. എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ മാത്രം ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ആകയാൽ അതേരം മാത്രം എന്റെ യാത്ര തീരുവ യേശുവേ നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. ആ പാട്ട് പാടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞു. നിനക്ക് പേടിച്ചു പോയി. ആ പാട്ട് പാടുന്ന കാര്യമല്ല ഇത്. ആ പാട്ട് എപ്പോഴാ പാടുന്നേ? നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ ശരീരം ഭൂമിയിലേക്കും നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്കും പോവും. സ്തോത്രം. പക്ഷേ വെളിപ്പാട് പുസ്തകം 1:17 യോഹന്നാൻ പറയുന്നു, ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ മരിച്ചവനെ പോലെ. അപ്പം മരിച്ചിട്ട് സ്വർഗത്തിൽ പോകുന്ന വിഷയമല്ലത്. ഭൂമിയിൽ ജീവനോടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് കയറുന്നൊരു വിഷയമാണ്. ഇത് കുറച്ച് ആധികാരികമാണ്. സ്തോത്രം. ജീവനോടിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിലേക്ക് കയറുന്ന ഒരു വാതിലാണ് ഇവിടെ കർത്താവ് തുറന്നത്. ഈ ഫിലദൽഫിയ സഭയ്ക്ക് ദൂതെഴുതിയപ്പോ കർത്താവ് പറഞ്ഞൊരു വാതിലുണ്ട്. ഞാൻ നിനക്ക് മുൻപായി ഒരു വാതിൽ, വെളിപ്പാട് പുസ്തകത്തിലെ ഫിലദൽഫിയ ദൂതെഴുതിയപ്പോൾ കർത്താവ് പറഞ്ഞതാ, ഞാൻ നിനക്ക് മുൻപിൽ, നിന്റെ മുൻപിൽ തുറക്കുന്ന വാതിലാത്. പക്ഷെ ഇവിടെ തുറന്നത് മുൻപോട്ടുള്ളതല്ല, മേലോട്ടുള്ളതാണ്. സ്വർഗത്തിലേക്ക് കയറുക. വേദപുസ്തകത്തിനകത്ത് ഈ ഭാഗം ഞാൻ ധ്യാന വിഷയമാക്കി. രാത്രിയും കൂടെ എടുത്താൽ അതിനെ കുറച്ച് ഭാഗങ്ങൾ കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പകല് വരുന്നവ എല്ലാവരും രാത്രിയിലും എന്ത് ചെയ്യണം? വരുവല്ലേ? കസേര കിട്ടത്തില്ല. ആര് പറഞ്ഞു? വന്നാ മതി. സ്വതന്ത്രം പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് കയറുക. ഈ ഭാഗം ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരർത്ഥം ഇതാണ്: ഉയർന്ന ഉന്നതമായ ആത്മമണ്ഡലത്തിലേക്ക് കയറുക. ഇതാണ് അതിന്റെ അർത്ഥം. സ്വർഗത്തിലേക്ക് കയറുക എന്ന് പറഞ്ഞ സിസ്റ്ററെ, ഉയർന്ന ഉന്നതമായ ഒരാത്മമണ്ഡലത്തിലേക്ക് കയറുക. ഇത് തെളിയിച്ചു പോകേണ്ട വിഷയമാ. പറ്റുന്നിടത്തോളം തെളിയിക്കാം. ഉയർന്ന ആത്മമണ്ഡലത്തിലേക്ക് കയറുക. യോഹന്നാനോട് പറയുക, ഞാനൊരു വാതിൽ തുറക്കുക. ഇതുവരെ നീ കയറിയിട്ടില്ലാത്ത ഒരു ഉയർന്ന ആത്മമണ്ഡലത്തിലേക്ക് എനിക്ക് നിന്നെ കയറ്റണം. യോഹന്നാൻ പറയുന്നു, കർത്താവ്, ഞാനോ 3.5 വർഷം അങ്ങയുടെ കൂടെ നടന്ന് BTH, BD, MTH, PhD എടുത്ത് ഗ്രാജുവേഷനും കിട്ടി ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റും ഉള്ള ഞാനോ? നിങ്ങളാരും ആരുടെ ബൈബിൾ സെമിനാരിയിൽ നിന്നാ യോഹന്നാൻ ഗ്രാജുവേഷൻ കിട്ടിയേ? യേശു കർത്താവിന്റെ ബൈബിൾ കോളേജിൽ നിന്ന് 3.5 വർഷത്തെ ബിരുദാനന്തര ബിരുദെടുത്ത മനുഷ്യനോട് പറയുക, നീ ഇതുവരെ കേറിയിട്ടില്ലാത്ത ഉയർന്ന ആത്മമണ്ഡലത്തിലേക്ക് നിന്നെ ഒന്ന് കയറ്റണോന്ന്. യോഹന്നാൻ പറഞ്ഞു, ഞാനോ? ആരുമില്ലാത്തപ്പോഴും അങ്ങയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് അങ്ങയുടെ നെഞ്ചിന്റെ സ്പർശന പറഞ്ഞ ഞാനോ? ഞാനോ? എന്നോടാണോ കർത്താവ് അബദ്ധം പറ്റിയോ? പത്രോസിനോടായിരിക്കും. എന്നോടാണ്? നിന്നോട് തന്നെ. ഞാനോ? എല്ലാവരും വിട്ടുപോയപ്പോഴും ക്രൂശിനരികിൽ നിന്ന് അവസാനത്തെ അങ്ങയുടെ ആ നിയോഗം, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ നിയോഗം അവൻ നീ ഏൽപ്പിച്ച ഞാനോ? രക്തത്താൽ ജയമെടുക്കുന്നു,
മർക്കോസിന്റെ മാളിക മുറിയിലെ അപ്പം തിന്നവരും അവർ അത്ഭുതം കണ്ടവരും എല്ലാം വിട്ടുപോയപ്പോഴും ആ ഏകദേശം 120 പേരുടെ കൂട്ടത്തിലിരുന്ന് അഭിഷേകം പ്രാപിച്ച ഞാനോ തമ്പുരാൻ പറഞ്ഞു, യെസ്, നീ തന്നെ നീ 3.5 വർഷം എൻ്റെ കൂടെ നടന്നപ്പോൾ കയറാത്തൊരാത്മമണ്ഡലത്തിലേക്ക്, എൻ്റെ നെഞ്ചോട് ചാരിക്കേടി അത് കിടന്നപ്പോൾ നീ കയറാത്തൊരാത്മമണ്ഡലത്തിലേക്ക് യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഏകദേശം 10 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നപ്പോൾ നീ കയറാത്തൊരാത്മമണ്ഡലത്തിലേക്ക് എനിക്ക് നിന്നെ ഒന്ന് കയറ്റാൻ ഇന്ന് പകൽ ആഗ്രഹമുണ്ട്. കൊതിയുള്ള എത്ര ദൈവമക്കൾ ഇന്ന് പകൽ ഇതിനകത്തുണ്ട്? ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയത്തില്ല എന്തോ വകുപ്പെന്ന്, കേറിയാലേ അറിയാം. അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ വെളിപ്പാടിൽ നിന്നുകൊണ്ട് പറയുന്നു, ശക്തമായി പ്രാർത്ഥിച്ചോണം. കർത്താവേ, 17ാമത്തെ ദിവസം മുതൽ, ഇന്നത്തെ ഈ മീറ്റിംഗ് മുതൽ ഈ ദൈവസഭയെ ഉയർന്ന ഒരാത്മമണ്ഡലത്തിലേക്ക്, ദൈവസഭയുടെ ആത്മതലങ്ങളെ ഉയർത്തിക്കൊണ്ടുപോകാൻ താണ്ടൊരു വാതിൽ ഈ ആരാധന മധ്യത്തിൽ ദൈവാത്മാവ് തുറക്കുന്നത് ഞാൻ വെളിപ്പാടിൽ കാണുകയാണ്. അത് സ്വീകരിക്കാൻ, അത് പ്രാപിക്കാൻ. പക്ഷെ ഞാൻ സത്യം പറഞ്ഞ വളരെ പണ്ടൊക്കെ ഒരു പ്രസംഗിച്ചാൽ മതിയെന്നായിരുന്നു. സത്യം പറഞ്ഞ അതെല്ലാം, ആ കൊതിയെല്ലാം പോയി. പക്ഷേ ഇപ്പോഴത്തെ ആഗ്രഹം പോകുന്ന എല്ലാ സ്ഥലത്തും എന്നെ കൂടെ ദൈവം തുടരണം. എനിക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് എന്നെ വിടാവേ, നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. എനിക്ക് കന്ന് പോയാൽ പോരാ. സ്വത്രം പറഞ്ഞാട്ടെ, നമുക്ക് ഒരുമിച്ചൊന്ന് കയറണ്ടേ? വേറെ പണിയില്ലാഞ്ഞിട്ട് വന്നിരിക്കുക ഇവിടെ അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ മാറ്റിവെച്ച്, ലീവ് എടുത്ത്, ഹലോ, സാലറി വേണ്ടെന്ന് വെച്ച്, പല കാര്യങ്ങളും കളഞ്ഞിട്ട് ഇവിടെ കുത്തിയിരിക്കുന്നത് യേശുവിന്റെ എഫെസോസിലെത്താനല്ല, അതിനേക്കാളും കൊച്ചി പട്ടണത്തിൽ ഡെലിവറൻസ് ചർച്ചിനെ ദൈവം ഇന്ന് പകൽ അതിനുവേണ്ടി ഷിഫ്റ്റ് ചെയ്യും. Jesus, 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 Jesus. ഒരാളെ പോലും മാറ്റത്തില്ല. എഫേസ്യ ലേഖനം എടുത്തേ, 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എഫേസ്യൻ chapter 2 verse 6 and 7. എഫേസ്യർ ലേഖനം, എഫേസ്യൻ 2:6 and 7. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്തധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും. സ്വർഗത്തിൽ ഒരാമേൻ പറ. എവിടാ? 2-ന്റെ 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ആമേൻ പറ. ആ ഉറപ്പുള്ളവർ ആമേൻ പറ. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നവരെ നിങ്ങളെയും അവൻ. ഈ മരണം ഒരു വലിയ വിഷയം കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന മരണമല്ല. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ദിവസേന മരിക്കുന്നു. അതെന്നാ മരണമാ? ഞാൻ ദിവസേന മരിക്കുന്നു. നമ്മൾ ദിവസേന മരവിപ്പിക്കുന്നു. സ്വത്രം പറ. ഹല്ലേലൂയ. 10:30 മുതൽ 2 മണി വരെ മരവിപ്പിക്കും. 10:30 മുതൽ 2 മണി വരെ മരവിപ്പിക്കും. അപ്പൊ പിന്നെ നെറ്റ് ഓഫ് ആണല്ലോ. പിന്നെ ഇത് കിട്ടുമ്പോഴാണ് മരവിപ്പീരെല്ലാം മാറുന്നത്. മരവിപ്പിക്കുകയല്ല, ആ പദം ശ്രദ്ധിക്കണം. മരവിപ്പിക്കുകയല്ല, മരിപ്പിക്കുക. മരിപ്പിച്ചാലോണ്ട് മരവിപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? പറഞ്ഞേ, നിങ്ങളൊന്നും അറിയാത്ത എന്നെ ഇത് കളിപ്പിക്കല്ലോ കേട്ടോ. ജീവൻ വരും. മരവിപ്പിച്ചാൽ ഓപ്പറേഷന് മുമ്പ് എന്ത് ചെയ്യും? പാസ് മരവിപ്പിക്കും, അനുസരിച്ച് ചെയ്യും. എന്ത് പറഞ്ഞോടെ ലൈഫ് ലോങ് മൊത്തം അങ്ങനെയാണോ? അല്ല. അത് കഴിയുമ്പോൾ തന്നെ വീണ്ടും ആള് പൂർവാധികം ശക്തിയോടെ
സ്തോത്രം. പക്ഷെ മരിപ്പിച്ചാലോ? ആ ഭാഗത്ത് ഞാൻ വരുന്നില്ല. അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ചിരുന്ന നിങ്ങളെ അവൻ എന്ത് ചെയ്തു? ഉയർപ്പിച്ച്. എവിടാ ഇരുത്തുന്നേ? സ്വർഗത്തിൽ. സ്തോത്രം. ഇനി ആ വാക്യത്തിലേക്ക് വന്നേ, 2:6-7 വാക്യത്തിലേക്ക് വന്നേ. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ. അപ്പൊ എന്തോ കാണിക്കേണ്ടതിനും എന്തോ തരേണ്ടതിനുമാ നിന്നെ സ്വർഗത്തിലേക്ക് കയറ്റുന്നത്. അതെന്തുവാന്ന് കേൾക്കണ്ടേ? അത് പറയാം. കൃപയാലല്ലോ. അല്ലല്ലോ, അവിടേക്കൊന്നും പോകാൻ നമുക്ക് സമയമില്ല. ക്രിസ്തുവേശുവിൽ ഇല്ല, പിന്നെ പോവാന്നോ? നമ്മുടെ വായിച്ച വാക്യത്തിൽ നിൽക്കാം. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ. ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യം എന്ന് പറഞ്ഞാൽ സിമ്പിൾ, ലളിതമാണ്. കർത്താവിന് നമ്മളോട് ഭയങ്കര വാത്സല്യമാണ്. കർത്താവിന് നമ്മളോട് ഭയങ്കര, ലളിതമായിട്ട് പറഞ്ഞാലേ സാധാരണക്കാരന് മനസ്സിലാകത്തുള്ളൂ. കർത്താവിന് നമ്മളോട് ഭയങ്കര വാത്സല്യമാണ്. കർത്താവിന് നമ്മളോട് വാത്സല്യം കൂടുമ്പോ കർത്താവ് നമുക്ക് എന്ത് തരുമെന്നറിയോ? റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. മലയാളത്തിൽ എങ്ങനെ? കൃപയുടെ അത്യന്ത ധനം. അവന്റെ കൃപയുടെ അത്യന്ത ധനം. റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. അവന്റെ കൃപയുടെ. പിള്ളേരോട് നമുക്ക് വാത്സല്യം, നമ്മുടെ മക്കളോട് നമുക്ക് വാത്സല്യം തോന്നുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? കർത്താവിന്റെ ദാസി, നമുക്ക് കുഞ്ഞുങ്ങളോട് വാത്സല്യം തോന്നുമ്പോൾ നമ്മൾ എന്നാ ചെയ്യും? അല്ലല്ലോ, നിങ്ങൾ കാര്യം പറ. കുഞ്ഞുങ്ങളോട് വാത്സല്യം തോന്നുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊരു ഉമ്മ കൊടുക്കും. ചിലവൊന്നുമില്ലല്ലോ, സ്വത്രം പറ. അല്ലേ? എനിക്ക് 2 പിള്ളേരാ. +1 മോന്, 7 മോള്. ഞാൻ വിചാരിച്ചു മറന്നുപോയി. അപ്പൊ ഇപ്പം മോനെ വലുതായി. ഇങ്ങനൊക്കെ എനിക്ക് പക്ഷേ അവനെ സ്നേഹിക്കണമെന്ന് തോന്നിയാൽ ഇവൻ അടുക്കത്തില്ല. ഇവരെന്നെ കാണുമ്പോഴത്തേനും ഒരു സൈഡിൽ കൂടെ മോനെ ഇങ്ങോട്ട് പാടാ, ഒരു ചമ്മലവന്. അപ്പൊ എനിക്കിങ്ങനെ സ്നേഹം ചിലപ്പോ അങ്ങ് മൂക്കും. അപ്പൊ ഇവൻ കിടക്കുന്ന അപ്പുറത്തെ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഇവൻ കിടക്കുമായിരിക്കും. അപ്പൊ ചെറുതായിട്ട് ഉറക്കം വന്ന് കാണും. ഞാൻ ചെന്ന് ഒരു ഉമ്മ കൊടുക്കും. പെട്ടെന്ന് അവൻ. എന്നാ വേറൊരു പെങ്കൊച്ചുണ്ട്, 7ാം ക്ലാസ്സുകാരി. അവക്ക് എത്ര ഉമ്മ കൊടുത്താലും മതിയാകത്തില്ല. അവൾ കൂടുതൽ ഉമ്മ എനിക്ക് തരുമ്പോ എനിക്ക് മനസ്സിലാകും എന്തോ ആമസോണിൽ കണ്ടിട്ടുണ്ട്. ഞാനിപ്പോ പറയും, എൻ്റെ പൊന്നുവാളെ, എനിക്ക് നിന്നെ അറിയാൻ വേണ്ടി അല്ലാതെ കാല് തടവാൻ പറഞ്ഞാലും തടവത്തില്ലേ? ആമസോണിൽ എന്തെങ്കിലും അവിടെ കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഭയങ്കര ഉമ്മയായിരിക്കും, ചക്കരയായിരിക്കും, പൊന്നായിരിക്കും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളോട് വാത്സല്യം നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഉമ്മ കൊടുക്കും. നമുക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റുകൾ നമ്മുടെ യേശുപ്പച്ചന് നമ്മളോട് വാത്സല്യം തോന്നുമ്പോൾ കൃപ തരും. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, ഈ പുത്രന് കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ കൃപ വേണമപ്പ, കൃപ വേണമപ്പ. ഹല്ലേലൂയ. കർത്താവിന് നമ്മളോട് വാത്സല്യം തോന്നുമ്പോ അവൻ തരുന്നത് എന്താ? റിച്ചസ് ഓഫ് ഹിസ് ഗ്ലോറി. നിങ്ങൾ ശ്രദ്ധിച്ച ഈ കൃപയുടെ ഈ അത്യന്ത ധനത്തിന്റെ വെളിപ്പാടിലേക്ക് ഈ മനുഷ്യനെ കൊണ്ടെത്തിച്ചത് അവൻ ഇവിടെ നിന്നപ്പോഴല്ല, അവൻ സ്വർഗത്തിലേക്ക് കയറി. പിന്നെ പിന്നെ പൗലോസ് പറയാ, PhD എനിക്ക് വേണ്ട. പത്രം പറഞ്ഞാണ് തർസോസില് 3 PhD ഉള്ള മനുഷ്യനാ പുള്ളി. എന്നാ അത്ര PhD ഒക്കെ എടുത്ത് വേസ്റ്റ് കോട്ടയിലിട്ടു. സ്തോത്രം. കാര്യത്തെ അറിയാം, അതിനേക്കാൾ വലിയ ആ വെളിപ്പാട് കിട്ടിയവർ എവിടെ വന്നിരിക്കുന്നത്?
യേശുവിന്റെ നാമത്തിൽ വിജയപാസ് ആര് കൈയടിച്ചാലും കൈയടിച്ചില്ലേലും നമുക്ക് പറയാൻ പറ്റൂ, വിദ്യാഭ്യാസത്തെക്കാളും മേളിലാ കൃപ. വിദ്യാഭ്യാസത്തെക്കാളും മേളിലാ കൃപ. എത്ര PhD ഉണ്ട്? എത്ര PhD ഉണ്ട്? സ്വതന്ത്രം പറയുന്നില്ല. ഞങ്ങൾ 2 മക്കളാണ്. എനിക്ക് ഇളയ ഒരു സഹോദരനുണ്ട്. അവൻ വലിയ പിള്ളേർ പറഞ്ഞ പഠിപ്പിസ്റ്റ, വലിയ പഠിത്തക്കാരൻ. അവനിപ്പം ദുബായിൽ വലിയ IT-യുടെ ഏതാണ്ട് വലിയ ബിടെക്കോ എഞ്ചിനീയറോ ഒക്കെ ആവാശ്രയ അവന്. ഞങ്ങൾ തമ്മിൽ കൊച്ചുപ്രായത്തിലേ ഭയങ്കര വഴക്കാ വീട്ടിൽ. ഇവൻ 50 50, 49.75. അവൻ്റെ ചേട്ടനായ ഞാൻ 50 4 5 7. ഞാൻ പലപ്പോഴും അവനോട് പറഞ്ഞു, എൻ്റെ വില നീ കളയല്ല. ഞാൻ ഉണ്ടാക്കിയെടുത്തേക്കുന്നൊരു സ്റ്റാൻഡേർഡുണ്ട്. ഇതിൻ്റെ പേരിൽ അപ്പൻ ഭയങ്കര ബഹള. ഒരു കൊലയെ തന്നെ ഉള്ളയാന്നോടാ നീ? അവൻ കണ്ടില്ലോടാ ഇത്രയും, നീ എന്തുവാടാ ഇങ്ങനെ? അപ്പം ഞാൻ അവനോട് കൈകൂപ്പി പറഞ്ഞു, എൻ്റെ മോനെ, നീ എൻ്റെ സാഹചര്യവും കൂടെ ഒന്ന് മനസ്സിലാക്കണം. എന്തോ പറഞ്ഞാലും നാണമില്ലാത്തവൻ പിന്നെയും 50 മേടിച്ചോണ്ട് വരും. അങ്ങനെ പുള്ളി റാങ്ക് ഹോൾഡറായി. എന്നെ പിശാചൻ കയ്യിലെടുത്തു. പഠിത്തവും പോയി, എല്ലാം പോയി. 2001 വീടും വിട്ടിറങ്ങി ബോംബെക്ക് ട്രെയിനും കയറി കൺസൾട്ട് സൊസൈറ്റി കമ്പി ചുമക്കുക. കേരളം അറിയപ്പെട്ടൊരു ഉദ്ദേശിയുടെ മോൻ. മുടിയാമല്ലോ ഉണ്ടോ? സ്തോത്രം. അതിൻ്റെയൊക്കെ ഹിസ്റ്ററി വേറെ, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അവസാനം കമ്പി ചുവന്ന് 13 കമ്പനിയിൽ ജീവിതം ചെന്നിടത്തെല്ലാം പാവി ചെല്ലുന്നിടത്ത് തകർന്ന് തരിപ്പണമായി. അപ്പോഴാ ഗുജറാത്തിലെത്തിയത്, ഗാന്ധിധാം എന്ന സ്ഥലത്ത്. ഒരു ദിവസം ഗാന്ധിധാം റെയിൽവേ ട്രാക്ക് എന്നെ വിളിച്ചു, വാ 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 വാ, വന്നേ, എനിക്കിന്ന് നിന്നെയാ വേണ്ടി. അങ്ങനെ റെയിൽവേ ട്രാക്കിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോയി. സ്വോത്ര വീട്ടുകാരുമായിട്ടൊക്കെ ചെറിയ ബന്ധമുണ്ടെങ്കിലും വലിയ ബന്ധമൊന്നുമില്ല. ആത്മീകത മൊത്തവും വിട്ടു. സ്തോത്രം. ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഓർപ്പിച്ചേ. ഇന്നേതാ ഡേറ്റ്? 20 നവംബർ മാസം 20-ാം തീയതി 1:45 ഇവിടെ ശുശ്രൂഷിക്കണമെന്നുള്ളത് ലോകസ്ഥാപനം മുൻപേ. ഹല്ലേലൂയ. ദൈവം കണ്ടതുകൊണ്ട് എന്നെ മരിക്കാൻ ദൈവം അനുവദിച്ചില്ല. കർത്താവ് അതിൽ നിന്ന് വിടുവിച്ചു. നാട്ടിലേക്ക് ഞാൻ വന്നു. എന്നെ തുപ്പാത്തൊറ്റ മനുഷ്യനില്ല എൻ്റെ ദേശത്ത്. എന്നെ പുച്ഛിക്കാത്തൊറ്റ മനുഷ്യനില്ല. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ എന്തോ ഇറങ്ങിയപ്പം മുതൽ കർത്താവ് ഒരു കൃപ തന്നു, വെള്ളം മാത്രം കുടിച്ച് ഉപവസിക്കാൻ. 20 വർഷം കഴിഞ്ഞു ഇന്നും ആ കൃപയുണ്ട്. ഹല്ലേലൂയ. ഉപവസിക്കാനും കരയാനും, ബൈബിളിലെ ഒരു വാക്യം പോലും വായിച്ചാൽ മനസ്സിലാകാത്ത സമയങ്ങളിൽ ഡയറികൾ എഴുതി നിറച്ചു. ഒന്നും അറിയത്തില്ല, വെറുതെ ഡയറി എഴുതുക. പക്ഷെ ആ ഡയറികളൊക്കെ ഇന്ന് ദൂതുകളാ. ഞാൻ പറയട്ടെ, ദൈവകൃപയാൽ എല്ലാത്തിലും ഇന്നും എൻ്റെ സഹോദരൻ എൻ്റെ പുറകിലേ എത്തിയിട്ടുള്ളൂ. അതാണ് കൃപ. വിദ്യാഭ്യാസം പരാജയപ്പെട്ടതോർത്ത് ഭാരപ്പെടണ്ട. തൊഴിൽ മേഖല പരാജയപ്പെട്ടത് ഭാരപ്പെടണ്ട. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചോ, നീ സ്വർഗത്തിലേക്ക് കയറാൻ വില കൊടുത്തോ, നിന്റെ മേൽ കൃപ തരാൻ. ബിജു പാസോയൊക്കെ സാക്ഷി ഞാൻ കേട്ട് കുത്തിയിരുന്ന് കരഞ്ഞിട്ടുണ്ട്, അല്ലേ?
ഞാനിങ്ങനെ ചിന്തിക്കുക, പാസ്റ്ററെ, ഈ ബിജു പാസ്റ്ററെ പോലെ ഒരാൾക്കൊരു കൃപ കിട്ടിയപ്പോൾ ഇത്രയും ജനം വിടുവിക്കപ്പെട്ടെങ്കിൽ, പാസ്റ്റർക്ക് ഒരു 10 ലക്ഷം രൂപ കിട്ടിയായിരുന്നെങ്കിൽ ഇവർ വിടുവിക്കപ്പെടത്തില്ല. വലിയൊരു ബംഗ്ലാവ് ആദ്യം ദൈവം തന്നായിരുന്നു, വിടുവിക്കപ്പെടത്തില്ല. പാസ്റ്റർ വീട്ടിൽ ഞാനും വന്നതാ, സോഷം പറഞ്ഞാട് സന്തോഷം, നല്ല വീട് കൊടുത്തില്ല. എനിക്കും നല്ല വീട് തന്നു, സ്വത്രം പറയാൻ. ആമേൻ. പക്ഷെ ഇന്ന് പകൽ വിടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാകട്ടെ, ഡോക്ടറോ എഞ്ചിനീയറോ IAS IPS നിങ്ങളെ ബഹുമാനിക്കുന്നു. പക്ഷെ അഭിഷേകം അതിന് മീതയാ, കൃപ അതിന് മീതയാ. കൃപ അതിന് മീതയാ മോനെ, കൃപ അതിന് മീതയാ കേട്ടോ. കൃപ അതിന് മീതയാ, 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 കൃപ അതിന് മീതയാ. ഇപ്പോൾ കൃപ അതിന് മീതയാ. റാഖാനി ദൈവനെ കാണിച്ചതു. ആ അത്യന്ത ധനം ദൈവം നിന്റെ കയ്യിലേക്ക് തരാൻ പോവുക. ആത്യന്ത ധനം നിന്റെ കയ്യിലേക്ക് ദൈവം തരാൻ പോവുക. ഈ മോനാരാ മോനാണോ? ഓ റാമ ഷഖാരാസി റാംദുൽ ഖോറിയ സതേരിയ അടഗജന ഹദിരി ഗഡഗസിയ. അങ്ങനാണെങ്കിൽ പാസിങ്ങോട്ട് വരണം. പാസ്റ്റർ മോനാന്ന് എനിക്കറിയില്ലായിരുന്നു. പാസിങ്ങോട്ട് വരണം. പാസ് കുഞ്ഞിന്റെ തലയിലോട്ട് കൈവെക്ക്. ഇപ്പോൾ ഈ സമയം തന്നെ അസാധാരണമായ ഭക്തനെ നീ സ്വപ്നം കാണുന്നതല്ല, അതിന് മീതെയുള്ളത് ഇവന്റെ മേൽ പകരത്തക്ക രീതിയിൽ അടകജലം ധരാധികസിയ ഇവരിൽ നിന്ന് ഒരു ഭൗതികതയുടെ നന്മയേക്കാൾ അപ്പുറമായ ഒരു അധികാരത്തിന്റെയും ഒരു കൃപയുടെയും അവ കവിഞ്ഞൊഴുക്കിനെ നിറയട്ടെ. ഒരു പ്രവാചക ശബ്ദം നിന്റെ അധരത്തിൽ നിന്ന് ഈ 17ാമത്തെ പകലിൽ ഓപ്പണാകട്ടെ. ആരുടെയും കയ്യിൽ നിന്ന് ഒന്നും മേടിക്കാതെ നിനക്ക് എനിക്ക് വേണ്ടി നിൽക്കണം അല്ലേ? പൈസയ്ക്ക് വേണ്ടി ഞാൻ നിൽക്കത്തില്ല. ഉടജം വശസിയ പറ്റുമെങ്കിൽ കൊടുത്തു ഞാൻ ചെയ്യും. അപ്പോൾ അതിനുള്ളൊരു വഴി തുറക്കണ്ടേ? തുറക്കും. ഒരു വഴിയുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഈ സമയം ഞങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ദൈവിക അധികാരത്തിന്റെ ആ കൈമാറ്റം ഇപ്പോൾ ഈ 17ാമത്തെ പകലിൽ നിന്റെ മകന്റെ മേൽ ഒഴുകട്ടെ. വചനത്തിന്റെ വെളിപ്പാടുകൾ, കൃപാവരങ്ങൾ, അഭിഷേകത്തിന്റെ പുത്തൻ ഫലങ്ങൾ ഇപ്പോൾ മുതൽ തുറക്കുക. നീ ഒരു വലിയ പ്രയർ മാനാക്കി നിന്നെ ഈ ഫാസ്റ്റിംഗ് ഞാൻ മാറ്റും. നീ മുറിയിൽ നിന്നും മണിക്കൂറുകൾ ഇറങ്ങില്ല. നിന്നെ ഞാൻ പായെ ഇരുത്തോ. ഇതാണ് നിന്റെ മേൽ വ്യാപരിക്കാൻ പോകുന്ന ഒന്നാമത്തെ കൃപ. ദൈവസഭ എഴുന്നേറ്റേ, പ്രാർത്ഥിക്കാൻ പോവാ. ദൈവസഭ എഴുന്നേറ്റേ. അത് പ്രാപിച്ചോളൂ. കീബോർഡ് വായിക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ലയോ? ഉണ്ടെങ്കിൽ ചെല്ലി പെട്ടെന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അല്ലെ ഇങ്ങോട്ട് വാ, ഇവിടെ വാ. നീ എഴുന്നേക്കണം, നീ പ്രാപിച്ചോളൂ. ദൈവം നിന്നെ ഒരു കൃപയുടെ അത്യന്ത ധനം കൊണ്ട് ദൈവം നിന്നെ ഫില്ല് ചെയ്യാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ഒരു കൃപയും തരാതെ നിന്നെ വിടത്തില്ല. ഒരു കൃപയും തരാതെ നിന്നെ വിടത്തില്ല. കരഞ്ഞ് നിലവിളിക്ക. ദൈവത്തോട് പറ, അപ്പാ എനിക്ക് ആ കൃപ തരണേ. നിരച്ച് നിലവിളിച്ചാട്ടെ. നിന്നെ നിറയ്ക്കും ദൈവം. ദൈവത്തിനെ നിറയ്ക്കുന്നു മകൾ. എനിക്കതിൽ ഒരു സംശയമില്ല.
എല്ലാവരും എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? നീയേ എഫെസോസിലേക്ക് പോകാനുള്ള വാതിൽ ആദ്യം തുറന്നാലേ കൃപ കിട്ടത്തില്ല. നമുക്ക് വേണ്ടി എഴുന്നേറ്റ് സാക്ഷ്യം പറയാം, ദൈവമക്കളെ എനിക്ക് കഴിഞ്ഞ ആഴ്ച എഫെസോസിലേക്ക് പോകാനുള്ള വാതിൽ ദൈവം കുടുംബത്തെ നേടാനൊരു കൃപ, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എല്ലാത്തിനെയും പിടിച്ച് വെട്ടകത്തി കയറ്റി. ഓ, എനിക്കറിയത്തില്ല വാസ് എന്തു ഈ പറയുന്നതെന്ന്. ഏറ്റവും വലിയ കൃപയാ നീയും നിന്റെ കുടുംബവും. ഫസ്റ്റ് പ്രയർ. ഞാൻ ഒറ്റയ്ക്കാണ്. എന്റെ വീട്ടിലെല്ലാവരും ഈ പെട്ടകത്തിൽ കയറിയിട്ടില്ല. അങ്ങനെയുള്ളവർ മാത്രം കരമുയർത്തി മുമ്പോട്ട് വന്നേ, മുമ്പോട്ട് വന്നേ. ഞാൻ നിയോഗമുള്ള വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നോഹയ്ക്ക് യഹോവയുടെ പറ. നിങ്ങറിയോ, വിശ്വാസത്തിൽ എല്ലാവരും വരാത്ത പക്ഷം അവര് നേരിടുന്ന ഒരു ഭയങ്കര സംഘർഷമുണ്ട്. അവർ കേൾക്കുന്ന നിന്ദകൾ, അവർ കേൾക്കുന്ന അപവാദങ്ങൾ സ്പർശിക്കുന്നു ദൈവത്തിന്റെ. ഇപ്പൊ പിടിച്ചു. നിന്റെ മേൽ കൃപ വീഴുന്നു. ഇപ്പൊ കൃപ നിന്റെ മേൽ വീഴുന്നു. കൃപ വീഴുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കണം പ്ലീസ്. ഓ, നിങ്ങൾ ചോദിക്കും പാസ്റ്റർ അത് സാധ്യമാണോ? യെസ്, അത് സാധ്യമാണ്. അത് സാധ്യമാണ്. നോഹയ്ക്കൊരു പ്രയാസം. ഞാൻ ഇത്രയും വലിയ പെട്ടകം പണിതിട്ടും, മാമേ ഞാൻ ഇത്രയും സ്ട്രഗിൾ ചെയ്ത് എത്രയോ വർഷം കടന്ന് ഞാൻ ഇത്രയും വലിയ പെട്ടകം പണിതിട്ടും ആരും, നോഹയോട് തമ്പുരാൻ ചോദിച്ചു, ഭാര്യ ഉണ്ടോടാ? ഉണ്ട്. 3 മക്കളുണ്ടോ? ഉണ്ട്. മരുമക്കളുണ്ടോ? ഉണ്ട്. പെട്ടകം അടച്ചു. നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, നിങ്ങൾ കർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭർത്താവില്ലാത്ത ഒരു സ്വർഗം, നിങ്ങളുടെ ഭാര്യ ഇല്ലാത്തൊരു നിത്യത, നിങ്ങളുടെ കുഞ്ഞുങ്ങളില്ലാത്തൊരു നിത്യത? എന്തിനാ? പറയാണ്ടി. എനിക്ക് നിത്യതയുണ്ടെങ്കിൽ, എനിക്ക് നിത്യതയുണ്ടെങ്കിൽ എന്റെ ഭർത്താവിന് നിത്യത ഉണ്ടാകണം, എന്റെ ഭാര്യയ്ക്ക് നിത്യത ഉണ്ടാകണം, എന്റെ കുഞ്ഞുങ്ങൾക്ക് നിത്യത ഉണ്ടാകണം. ഇപ്പോൾ അങ്ങനോട് പറഞ്ഞല്ലോ കൃപയുടെ അത്യന്ത ധനം കൊടുക്കാമെന്ന്. ഞാനിപ്പോൾ ഈ വിളിച്ചിരിക്കുന്നവർ ദൈവമക്കൾ ഫാമിലി മുഴുവനും കർത്താവിലേക്ക് വരാനുള്ളൊരു കൃപയ്ക്കായി പ്രാർത്ഥിച്ചു. സിസ്റ്ററെ ഇവിടെ ചവിട്ടാമോ? ഫാമിലി മുഴുവനും കർത്താവിന് വേണ്ടി നിൽക്കാനുള്ള ഒരു കൃപ. പ്രസൻസ് അങ്ങയുടെ മഹത്വം ഇപ്പോൾ ഈ സഹോദരി മേൽ ഇറങ്ങട്ടെ. നീ കാലി വെക്കുമ്പോൾ അതേ ചില നേർച്ച ശക്തികൾ, പൗരോഹിത്യ പോരുകൾ പൊട്ടിമാറത്തക്ക നിലയിൽ ദൈവത്തിന്റെ ശക്തമായ ഒരു വ്യാപാരം ഇപ്പോൾ നിന്റെ മേൽ കർത്താവ് പകരുന്നു. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ,
കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതി വെറുതെ നിൽക്കേണ്ട ഒരു ഇമ്പോർട്ടേഷൻ ഈ പറയുന്ന വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുക ഇവിടെ. കൊതിയാണപ്പാ നിൻ സാന്നിധ്യം. ഒരു മിനിറ്റ് ലോട്സം മാസ്റ്റർ. എൻ്റെ പിതാവ് ഒരു ട്രഡീഷണൽ തമിഴ്നാട് ട്രഡീഷണൽ നായർ ഫാമിലിയിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. മുറ്റത്തമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീട്. മന്ത്രവാദിയായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. അന്നത്തെ RSSന്റെ നേതാവായി ജീവിച്ചൊരു മനുഷ്യനാണ്. കർത്താവ് തന്നെ 48 വർഷങ്ങൾക്ക് മുമ്പാണ് ആ കുടുംബത്തിൽ ഇത് പുറത്തിറക്കിയത്. ഒരു ക്രിസ്ത്യാനിയില്ല, ഒരു പെന്തക്കോസനില്ലാത്ത തലമുറയിൽ പെന്തക്കോസുകാരെ ഓടിച്ചിട്ടടിക്കുന്ന കാലഘട്ടം. പാവപ്പെട്ടവർ അന്നുള്ള ദൈവമക്കളെല്ലാം. അങ്ങനെ എൻ്റെ പിതാവിനെ അവിടെ നിന്ന് അടിച്ചിറക്കിയതാ. ഹൈന്ദവ ഭാഷയിൽ നടയടച്ച് പിണ്ടം വെച്ചു. ഏക്കർ കണക്കിന് സ്വത്തുക്കൾ, ഒരു സെന്റ് ഭൂമി പോലും കൊടുക്കാതെ പഠിച്ച സർട്ടിഫിക്കറ്റ് മുഴുവൻ അന്നത്തെ മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് ജീവിച്ച മനുഷ്യൻ പഠിച്ച സർട്ടിഫിക്കറ്റ് അമ്മ കത്തിച്ച് ചാമ്പലാക്കി. ഇട്ടിരുന്ന പാൻസ് ഉടുപ്പും ഒരു തമിഴ് ബൈബിളും പിടിച്ചുകൊണ്ട് മാർത്താണ്ഡ മുതൽ തിരുവല്ല വരെ ഒരു തെരുവ് നായെ പോലെ റോഡിലൂടെ നടന്ന് പാസ്റ്റർ KC ജോണിന്റെ അടുക്കൽ അഭയം തേടിയ ഒരാളാണ് എൻ്റെ പിതാവ്. സ്തോത്രം. എനിക്കൊരു വേദനയുണ്ട്. ഇന്നും ആ കുടുംബത്തിൽ നിന്ന് ആരും ഞങ്ങളെ പോലെ വന്നിട്ടില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ അവർ എല്ലാ വിഷയവും പ്രാർത്ഥിക്കുന്നേ. ഞാനിവരുടെ വീടുകളൊക്കെ കയറും. അതുവഴി പോകുമ്പോൾ ഇറങ്ങാൻ നേരം എല്ലാവരും വെള്ളവുമായിട്ട് നിൽക്കും, അല്ലെ എണ്ണയായിട്ട് നിൽക്കും. നിന്റെ അച്ഛൻ ഇതുവഴി വരുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച എണ്ണ തരുമായിരുന്നു, ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹമാണ്. നീ പ്രാർത്ഥിച്ചതാ, അതൊരു തുടക്കമാ. കർത്താവ് തന്നൊരു വീടിന്റെ പ്രതിഷ്ഠയ്ക്ക് അവരാരും വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അവർ വന്നു. ജീവിതത്തിൽ ആദ്യമായിട്ട് ആ കുടുംബത്തിൽ എൻ്റെ പിതാവിന്റെ മൂത്ത സഹോദരിമാരും അവരുടെ മക്കളും അവരുടെ കൊച്ചുമക്കളും ദൈവത്തിന്റെ പദ്ധതിയാൽ അവരെന്നെ കണ്ടിട്ട് പോകാൻ വേണ്ടി ശനിയാഴ്ച വന്നതാണ്. ഞാനില്ലാത്തതിനാൽ ഞായറാഴ്ച രാവിലെ കണ്ടിട്ട് പോകാൻ വേണ്ടി നിന്നു. ദൈവം അവരെ വിട്ടില്ല. അവര് ചർച്ചിൽ വന്നു. എല്ലാവരെയും ദൈവം പ്രാർത്ഥനയ്ക്കിരുത്തി. 2:30 കഴിഞ്ഞിട്ടാ അവര് അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ വന്ന് ആഹാരം കഴിച്ചു ഇറങ്ങാൻ നേരം എൻ്റെ പിതാവിന്റെ മൂത്ത സഹോദരിയുടെ മകന്റെ മോള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുക. അവരെല്ലാവരും നിൽക്കുക തല താഴ്ത്തി. ഞാൻ അമ്മോളോട് ചോദിച്ചു, മോളെ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ചോദിക്കുന്നു, ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു ആരാധനയിൽ? യെസ് ചേട്ടാ, അതെ ആദ്യമായിട്ടാ. മോക്കെന്തോ തോന്നി ഇത് പറയുമ്പോൾ കണ്ണ് നിറയാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ എന്നോട് പറഞ്ഞേ, 9:30 മുതൽ ഞാൻ അവിടെ ഇരുന്ന് ചേട്ടാ എനിക്ക് കരയണോ നിലവിളിക്കണോ എന്നറിയത്തില്ല, എന്തോ ഒരു എനർജി ചേട്ടന്റെ ചർച്ചിലുണ്ട്. ഞാൻ പറഞ്ഞു, അതിന്റെ പേരാണ് ഹോളി സ്പിരിറ്റ്. അതിന്റെ പേരാണ് ആ എനർജി ഈ 17ാമത്തെ പകലിൽ ഇവിടെ വ്യാപരിക്കുന്നു. അതിന്റെ പേരാണ് പരിശുദ്ധ ആത്മാവ്. ഇപ്പൊ പരീക്ഷയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു വിടണം. വീടുകൾ അവര് വെച്ചാൽ എടാ നീ വരണേടാ. അല്ല ഞാൻ പറയും, നിങ്ങളുടെ പൂജാരിമാരൊക്കെ ഇല്ലയോ, ഓ അവരൊക്കെ വന്നിട്ട് പോട്ടടാ, നീ വന്നൊന്ന് പ്രാർത്ഥിക്കണേ. ആ കൃപയുടെ ധനം ദൈവം തരാൻ പോവാ. ഹല്ലേലൂയ. സമയമായി, ഞാൻ നിർത്തട്ടോ, പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. ഉസിയാവ് മരിച്ച ആണ്ടിൽ യെശയ്യാവിന് ഭയങ്കര പ്രയാസം. അയ്യോ നല്ലൊരു രാജാവായിരുന്നല്ലോ, പുള്ളി മരിച്ചല്ലോ. തമ്പുരാൻ പറഞ്ഞു, ഭാരപ്പെടണ്ട, ഇങ്ങോട്ട് കയറി സ്വർഗത്തിലേക്ക്. പുള്ളി അങ്ങോട്ട് കയറിയപ്പോ ഒഴിഞ്ഞ സിംഹാസനമല്ല കണ്ടത്,
ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ തമ്പുരാനിരിക്കുന്നു. അതുകൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കട്ടെ. സ്വർഗത്തിലേക്ക് യെശയ്യാവിനെ കയറ്റി. ഇത് വിശദീകരിക്കേണ്ട ഭാഗമാണ്. സ്വർഗത്തിലേക്ക് യെശയ്യാവിനെ കയറ്റിയിട്ട് അവനെ സ്വർഗീയ ആരാധനയുടെ ഭാഗമാക്കി. അങ്ങനെയൊക്കെ ഉണ്ടോ ഭാഷ? ഉണ്ട്. നീ ഭൂമിയിൽ നിൽക്കുമ്പോൾ തന്നെ നിന്നെ സ്വർഗീയ ആരാധനയിലേക്ക് കണക്ട് ചെയ്യും. സ്വർഗീയ ആരാധനയിലേക്ക് കണക്ട് ചെയ്തപ്പോ ഒന്നാമത് യെശയ്യാവിന് ഉണ്ടായത് അനുതാപമാണ്. അയ്യോ, ഞാൻ അരിശ മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അതരമുള്ളൊരു മനുഷ്യൻ. അനുതാപം ഉണ്ടായി. അനുതാപം കൊണ്ട് പരിപാടി നിന്നില്ല. ഒരു നിയോഗത്തിന്റെ കൈമാറ്റം ഉണ്ടായി. ഞാൻ ആരെ അയക്കട്ടെ? ആരെനിക്ക് വേണ്ടി പോകും? എന്നെ അയക്കണേ, ഞാൻ പോകാം. ഇന്ന് പകൽ ആ നിയോഗത്തിന്റെ കൈമാറ്റവുമായിട്ട് ഇവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുണ്ടോ? പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവരെല്ലാം മുമ്പോട്ട് ഓടി വന്നാട്ടെ. എല്ലാവരും ചേർന്ന് വന്നാട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നിർത്താൻ പോകുന്നത് ആ ഒരു കൃപയുടെ അത്യന്ത തലത്തിന്റെ കൈമാറ്റത്തിന് വേണ്ടിയാണ്. ബാക്കി ഞാൻ രാത്രി കണ്ടിന്യൂ ചെയ്യാം. പരിശുദ്ധാത്മാവ് അവ സ്വർഗീയ തലങ്ങളെ ഇന്ന് രാത്രി മുതൽ ഇതിനകത്ത് ഈ പകൽ മുതൽ ഇതിനകത്ത് ഓപ്പണാക്കാൻ പോകുന്നു. ഉടബലബടബദലഘടക ശതൽ ഖനാദിയാന.